രാത്രിയുടെ ഇരുട്ടിൽ പല തെറ്റുകളിലേക്കും മനുഷ്യന്മാർ പോകും. ഇതുകൊണ്ടാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. അല്ലാഹുവോട് അഭയം തേടാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം ഏതാ? വമിൻ ശർരി ഗാസിഖിൻ, രാത്രിയുടെ ഷെറിൽ നിന്നും ഇദാ വഖബ, അത് ഇരുൾ മുറ്റിയാൽ. അപ്പൊ ഇരുൾ മുറ്റിയ രാത്രിയിൽ ഒരുപാട് തോന്നിവാസങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇതിലേക്കൊക്കെ യുവതലമുറ വഴുതിപ്പോകുന്നത് സമയബോധമില്ലാതെ അങ്ങാടികളിൽ അലഞ്ഞു തിരിയുമ്പോഴാണ്. വിവാഹിതനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമയത്തിന് വിലയുണ്ടാകുമ്പോൾ അത് അവന്റെ ദീനിന് കാവലായി മാറുന്നു. ഇതേപോലെ തന്നെ രണ്ടാമതൊരു മനുഷ്യനെ വഴിതെറ്റിപ്പിക്കുന്നത് സമ്പത്തിന്റെ വില അറിയാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പലരും പഴച്ചു പോകുന്നത്. അനാവശ്യങ്ങളിലും ആഭാസങ്ങളിലേക്കും നീങ്ങുന്നതിൽ വലിയ പങ്ക് പണത്തിന്റെ ആധിക്യത്തിനുണ്ട്. വിവാഹിതനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിൽ വരുന്ന ഓരോ രൂപക്കും വിലയുണ്ടാകും. ബോധമുള്ള മനുഷ്യനാണെങ്കിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. 30 വയസ്സായ രണ്ടാളുകൾ, അതിൽ ഒരാള് 22 വയസ്സായപ്പോ കല്യാണം കഴിച്ചിട്ട് 30 വയസ്സായതാണ്. ഒരുത്തൻ കല്യാണം കഴിക്കാതെ 30 വയസ്സായതാണ്. കല്യാണം കഴിച്ചാലും വയസ്സാവും, വയസ്സില്ലെങ്കിലും വയസ്സാവും. ചില ആൾക്കാർ ഇങ്ങനെ കാത്തുക്കുന്നുണ്ടാവും. 30 വയസ്സായിട്ട് എന്താ പെണ്ണിട്ടില്ലടാ, കെട്ടണം. അതെ, അല്ല അതൊരു സുഖാണല്ലോ, കെട്ടണം എന്ന് പറഞ്ഞിക്കലൊരു സുഖാണെന്ന അങ്ങനെ പോണ ആൾക്കാരുണ്ട്. ആയുസ് നമ്മളെ കാത്തുക്കൂലട്ടോ, അതിങ്ങനെ അടുപ്പും. ഓരോന്നിന്റെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. 22-ാം വയസ്സിൽ കല്യാണം കഴിച്ച് 30 വയസ്സായ ഒരാൾ തിരിഞ്ഞു നോക്കിയാൽ എന്താ അവന്റെ ബാക്കിലുണ്ടാകുക? ഏറ്റവും ചുരുങ്ങിയത് ബാപ്പ സിന്ദാബാദ് എന്ന് വിളിക്കാൻ 2 കുട്ടികളുണ്ടാവും ബാക്കിൽ, അല്ലേ? പിന്നെ ചിലപ്പോ ഒരു പോരയും 10 സെന്റ് സ്ഥലവും ഉണ്ടാവും, ഒരു വണ്ടിയും വാങ്ങിയിട്ടുണ്ടാവും. കച്ചവടമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും അവന്റെ ജീവിതോപാധിയുടെ മാർഗങ്ങളൊക്കെ അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ടാവും. ആകെ 8 കൊല്ലമായിട്ടുണ്ട്. ഇതിന്റെ അടുത്ത് ഈ പുരോഗതിയൊക്കെ കല്യാണം കഴിച്ചവനുണ്ടാവുമ്പോൾ 30 വയസ്സായിട്ടും പെണ്ണെട്ടാത്തവൻ തിരിഞ്ഞു നോക്കിയാൽ എന്താ ഉണ്ടാകുക? മേലെ ആകാശവും താഴെ ഭൂമിയും മാത്രം ഉണ്ടാവും. ആരും അവന്റെ പിന്നിലുണ്ടാവില്ല. എന്നാ വല്ല പണോ വീടൊക്കെ ആക്കിയിട്ടുണ്ടാവോ? വാപ്പ എത്ര പറഞ്ഞതാ അറിയാം, ഏടെങ്കിലും 10 സെന്റ് സ്ഥലം വാങ്ങി ചങ്ങായി. കുറെ വാപ്പ പറഞ്ഞു നോക്കിയപ്പോ പറഞ്ഞെന്താ, ആകെ പെണ്ണിട്ടിട്ട് ചിന്തിക്കേണ്ടതല്ലേ എന്നാ. അങ്ങനെ ഇവൻ എന്താ ചെയ്തത്? ഇവനും പണിയെടുത്തിട്ടുണ്ട്, പണം സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ ആ പണത്തിന് ലക്ഷ്യമില്ലായിരുന്നു, ബാധ്യതകളില്ലായിരുന്നു. അത് ദൂർത്തടിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ വഴിപഴച്ചു പോകുന്നത്. ഇതാണ് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മൻ തസവ്വജ ബിംറഅ ഫഖദ് അഹറസ സുലുസൈ ദീനിഹി. വിവാഹം കഴിക്കുന്നതോടെ ദീനിന്റെ 2 ഭാഗവും സുരക്ഷിതമാണ്. ഇത് ഉണ്ടായിക്കിട്ടണമെന്ന ബോധവും ആഗ്രഹവും ഉണ്ടാവണം. 4-മതായി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവർ എന്താണ് ലക്ഷ്യമായി കരുതേണ്ടത്? ഞാൻ കല്യാണം കഴിക്കുന്നത് എന്റെ ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും സമാധാനവും ലഭിക്കാൻ വേണ്ടിയാണ്, കലഹിക്കാൻ വേണ്ടിയല്ല. ഒന്ന് പെണ്ണിട്ടിട്ട് എന്നിട്ടാണ് 2 ത്വലാഖിലിട്ട് കച്ചറുണ്ടാക്കാൻ. ഇതിനാകരുത് കല്യാണം കഴിക്കുന്നത്. എന്താ ലക്ഷ്യം? ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്കൊരുപാട് വിലക്കുകളുണ്ട്. അനുമതിയുള്ളതിനേക്കാൾ ഏറെ വിലക്കുകളാണ്. ഈ വിലക്കുകൾ മാനിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. അസ്വസ്ഥത കാരണം ആത്മഹത്യ ചെയ്യുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ മനുഷ്യനെ പിടിച്ചു നിർത്താൻ, തോറ്റോടിപ്പോകാതിരിക്കാൻ അവന് സാന്ത്വനം ആവശ്യമുണ്ട്. അതിന് പ്രകൃതിപരമായി അല്ലാഹു വെച്ച സംവിധാനമാണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇണകളെ നിങ്ങളിൽ നിന്നു തന്നെ അല്ലാഹു സൃഷ്ടിച്ചു തന്നു. എന്തിനാണ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുത്തത്? ഭർത്താവിന് ഭാര്യയെ സൃഷ്ടിച്ചത് ലിതസ്കുനൂ ഇലൈഹാ, അവരിലേക്ക് സക്കീനത്ത് തേടി
സമാധാനം കാക്ഷിച്ച് നിങ്ങൾ കയറി ചെല്ലാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ വലിയ ഭാരം ചുമക്കുന്ന ഒരാളാണ് ഒരു ഭർത്താവ്. ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി അയാൾ പെടുന്ന പെടാപാട് പലപ്പോഴും നമ്മളെ സഹോദരിമാരറിയുന്നില്ല, അവരോടിട്ട് പറയാറുമില്ല. ഒരു കച്ചവടക്കാരൻ, ഒരു ഡ്രൈവർ, ഒരു കണ്ടക്ടർ, ഒരു കർഷകൻ, ഒരു വിദേശത്ത് ജോലി ചെയ്യുന്നവൻ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഇവരൊക്കെയും ഓരോ ദിവസവും നിരവധി പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതൊന്നും വീട്ടിൽ പറഞ്ഞ് അവരെ ടെൻഷനാക്കണ്ട എന്ന് കരുതുകയാണ്. എന്നാൽ അവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങുമ്പോഴാണ് അവരെ മനസ്സിൽ ഉരുണ്ടുകൂടിയ ദുഃഖങ്ങളുടെ കാർമേഘങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞു പോകുന്നത്. ഇതുപോലെ സ്ത്രീകൾക്കുണ്ട് ഒരുപാട് മനപ്രയാസങ്ങൾ. ഒരു വലിയ തലമുറയെ ചിട്ടയോടെ വളർത്തിയെടുക്കുക എന്ന അടിസ്ഥാന ദൗത്യം വീട്ടിൽ നിന്ന് നിർവഹിക്കുമ്പോഴും ഒരു മിനിറ്റ് ഒഴിവില്ലാത്ത ഉരുകിയൊലിച്ച പണിയും ശ്രദ്ധയും അവർക്ക് ആവശ്യമാണ്. ഈ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത് സ്നേഹനിധിയായ ഭർത്താവിന്റെ നല്ല പെരുമാറ്റത്തിന്റെയും നല്ല വാക്കുകളുടെയും മുന്നിലാണ്. അപ്പൊ രണ്ടു കൂട്ടർക്കും അല്ലാഹു തആല സാന്ത്വനമായാണ്, സമാധാനമായാണ് നമ്മളെ ഇണകളപ്പടച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടിയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ഈ 4 കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം വിവാഹത്തിന് മുതിരുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മനസ്സിലുണ്ടായിരിക്കണം. രണ്ടാമതായി, സംതൃപ്ത കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ, ആദാബുകൾ പരമാവധി പാലിച്ചുകൊണ്ട് ആ ചടങ്ങ് പൂർത്തിയാക്കണം. പലർക്കുള്ളൊരു സ്വഭാവം എന്താ? കല്യാണം ഒരിക്കലല്ലേ ഉണ്ടാവുള്ളൂ, അതാട്ട് അടിച്ചു പൊളിച്ചാലേ, അതിനി വേറെ സുന്നത്തും ആദാബൊക്കെ നോക്കി ഉസ്താദുമാര് ഭരണം കേട്ട് നമുക്കത് ആഘോഷിക്കാൻ കഴിയും എന്ന് കരുതി അവിടെ യാതൊരു ശ്രദ്ധയും വെക്കൂല. എന്നാൽ നിങ്ങൾ മനസ്സിലായിക്കോളി, ആ ഒരൊറ്റ തകരാറാണ് ഇന്ന് നമ്മളെ കുടുംബ പരമ്പരയിൽ കാണുന്ന എന്തൊക്കെ തകരാറുണ്ട് അതൊക്കെ തകരാറ് വിവാഹത്തിന്റെ ചടങ്ങ് മുതൽക്കുള്ള എല്ലാത്തിനും പറ്റിയ തകരാറാണ്. ഇതൊരടിത്തറയാണ്. നമ്മളൊരു വീടിന് തർക്കലിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കലില്ലേ? വീടിന് തർക്കലിടുമ്പോൾ ഏടെങ്കിലും ആലോചിക്കാതെ പോയി തർക്കലിടല്ലാരെങ്കിലും ഇല്ല. ആദ്യം തന്നെ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നല്ലോണം ആലോചിക്കും, ഇവിടെ പുരണ്ടാക്കാൻ പറ്റുമോ, വെള്ളം കിട്ടുമോ, വഴിയുണ്ടോ, അയൽവക്കക്കാരൊക്കെ എങ്ങനെയാണ്. ഇതൊക്കെ കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ഉസ്താദിനെ കൊണ്ടുവന്ന് നോക്കിച്ചിട്ട് ഇവിടെ പരുക്ക് പറ്റിയ സ്ഥലം തന്നെയല്ലേ അല്ലേ. പിന്നെ നമ്മൾ തറക്കല്ലിടുമ്പം മഹാന്മാരെ വിളിക്കും, കട്ടിൽ വെക്കുമ്പം വിളിക്കും, ഇങ്ങനെ ഗൃഹപ്രവേശത്തിന് വിളിക്കും. എല്ലാ സമയത്തും ബിസ്മിയുണ്ട്, മൗലിദുണ്ട്, സ്വലാത്തുണ്ട്. എന്തിനാണ് ഈ ജാഗ്രത? നമ്മൾ പറയും വീടല്ലേ, ഒരിക്കലല്ലേ എടുക്കുള്ളൂ, അത് ശ്രദ്ധിക്കണ്ടേ. എന്നാ നിങ്ങളറിയോ, വീടിനേക്കാൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിവാഹം. ഇതൊരു താമസിക്കുന്ന സ്ഥലത്തിന്റെ ഇടലാണെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ തറക്കല്ലിടലാണ്. അതുകൊണ്ട് നല്ല സൂക്ഷ്മതയും ശ്രദ്ധയും അവിടെ വേണം. പരമാവധി സുന്നത്തുകളൊക്കെ പാലിച്ചു. അതെന്താ? ഒന്ന്, ഇണയെയും തുണയെയും സെലക്ട് ചെയ്യുമ്പം നേരത്തെ പറഞ്ഞ 4 ലക്ഷ്യങ്ങളും കിട്ടുന്നതാവാൻ ശ്രദ്ധിക്കുക. ആ 4 ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന ഇണകളെ പരമാവധി തെരഞ്ഞെടുക്കുക. അതിന് അള്ളാഹുവിന്റെ ഹബീബ് ഒരുപാട് യോഗ്യതകൾ, കഫാഅത്ത്, യോജിപ്പ് വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നല്ല തറവാടുകാരാകുക. നല്ല തറവാട് എന്ന് പറഞ്ഞാൽ ഉമ്മയും ബാപ്പയും സ്വാധീനങ്ങളാകാം. അല്ലാതെ പണ്ടേ ഇവിടെ താമസിക്കുന്നവരും വലിയ പത്തായുള്ളവരും വലിയ പറമ്പുള്ളവരും ഇതെല്ലാം വലിയ തറവാട്ടുകാർ എന്ന് പറഞ്ഞാൽ, വാപ്പിയും അവരെ വാപ്പിയും വലിയാപ്പൊക്കെ സ്വാലിഹ്യങ്ങളാണോ ഓല മുന്തിയ തറവാട്ട്. ഇതേപോലെ തന്നെ സൗന്ദര്യമുള്ളവരാണ്. സൗന്ദര്യം എന്നത് ആപേക്ഷികമാണ്. എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. വളരെ നല്ല ആകാരത്തിലാണ് മനുഷ്യവംശത്തെ ഞാൻ പടച്ചത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. പക്ഷേ അത് ഓരോരുത്തരുടെ കണ്ണിനാണ് സൗന്ദര്യം എന്ന് പറഞ്ഞത്. നിങ്ങൾ കണ്ടിട്ടില്ല, 10 ആള് ഒരു കുട്ടീനെ കാണാൻ വന്നു, അവർക്ക് 10 ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല.
11ാമത് ഒരുത്തം വന്നത് എങ്ങനെയാ നിങ്ങൾ? ഓൻ വേറെ 10 കണ്ടതിന്റെ ശേഷം ഓൻ ഇതിനെ ഇഷ്ടപ്പെട്ടു. അതെന്താ? അത് ഓരോരുത്തരെ കണ്ണിന് സുന്ദരെന്ന് തോന്നുന്ന, അല്ലാതെ സൗന്ദര്യ മത്സരത്തിന് തെരഞ്ഞെടുത്തോല് സുന്ദരിമാര്, അല്ലാത്തവരും സൗന്ദര്യം ഇല്ലാത്തവരെന്നല്ല. എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. അത് ആസ്വദിക്കുന്ന കണ്ണുകളെയും അള്ള പടച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അങ്ങോട്ട് കൂട്ടിമുട്ടാൻ കുറച്ച് സാവകാശം ഉണ്ടാവും. അതിലാരും നൈരാശ്യം കൊള്ളേണ്ടതില്ല. ആ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവനവന് ഇഷ്ടപ്പെടണം. വേറെ ഒരുത്തം പറഞ്ഞിട്ട് എന്താക്കണ്ട, നമ്മൾ കെട്ടിയിട്ട് പിന്നെ ഒരു ഇഷ്ടാലുണ്ടാക്കണ്ട. ആ ഉമ്മയും ബാപ്പയും പറഞ്ഞാൽ പോലും സ്വീകരിക്കണ്ടെന്ന്. അവനവന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അവരെ കെട്ടിയാൽ മതി. പിന്നെ പ്രധാനമായി പരിഗണിക്കേണ്ടത് എന്താണ്? ദീനും ബുദ്ധിയുമാണ്. ബുദ്ധിയുള്ളവരെ നോക്കി വിവാഹം ചെയ്യണം. നല്ല മതബോധമുള്ള ഉന്നത സ്വഭാവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരെയാണ് വിവാഹം ചെയ്യേണ്ടത്. ആ സൗന്ദര്യമാണ് എന്നെന്നും ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുക. വിവാഹത്തിന് മുമ്പ് സൗന്ദര്യം എന്ന് പറയുന്നത് ചർമ്മത്തിലാണ്. വിവാഹം കഴിഞ്ഞാലുള്ള സൗന്ദര്യം സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമാണ്. ഇത് അറിഞ്ഞൂടെല്ലാവരും. മറ്റേതാ കല്യാണത്തോടെ കഴിഞ്ഞ് ഏത് ചർമ്മ സൗന്ദര്യം. പിന്നുള്ള സൗന്ദര്യം എവിടെയാണ്? അത് ഇവരെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും. കാണാൻ നല്ല ഉഷാറ, സ്വഭാവം മോശമാണെങ്കിലോ അടുത്തെത്തിയ വെറുപ്പേക്കും, വിദ്വേഷമായിരിക്കും, സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് ദീനിന് പ്രാധാന്യം കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസവ്വുജുൻ നിസാഅ ലിഹുസ്നിഹിന്ന. നിങ്ങൾ ഒരിക്കലും ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരാണിനെ സൗന്ദര്യം മാത്രം കണ്ടുകൊണ്ട് വിവാഹം ചെയ്തു പോകരുത്. ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. ഒന്നും വേണ്ട, കുട്ടീനെ കാണാൻ നന്നായാൽ മതി, ബാക്കിയൊക്കെ നമ്മൾ കൊടുക്കണം. ഇതുപോലെ തന്നെ പുതിയാപ്പള്ളിയും കാണാൻ ഇഷ്ടപ്പെട്ടാൽ മതി, വേറൊന്നും വേണ്ട. ഈ നിലപാട് ശരിയല്ല. റസൂലുള്ളാഹി പറയുന്നു, സൗന്ദര്യം മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിച്ചു പോകരുത്. മതബോധമില്ലാത്ത കേവല സൗന്ദര്യം വഴിവിട്ട ജീവിതത്തിന് അവരെ പ്രേരിപ്പിച്ചേക്കും. നമുക്ക് പിടുത്തം കിട്ടൂല. പിന്നെ നല്ല തറവാടിത്വമുള്ളവരായിരിക്കണം. മുത്തുനബി പറഞ്ഞു, ഇയ്യാകും വഖളറാഇദ്ദമിൻ. വിവാഹം കഴിക്കുമ്പോൾ പടുമുളകളെ നിങ്ങൾ സൂക്ഷിക്കണേ. ഖളറാഉദ്ദമിൻ പച്ചക്കറിയിൽപ്പെട്ട സാധന. പച്ചക്കറിയിൽ എന്താ ഖളറാഉദ്ദമിൻ എന്ന് പറഞ്ഞാൽ? പടോളം ഒഴിച്ചെന്നറിയില്ല നമ്മളുമ്മാരൊക്കെ. ആ സാധനം നമ്മൾ മനഃപൂർവ്വം കുഴിച്ചിട്ടുണ്ടാക്കുന്നതാണ് കൃഷി. കുപ്പത്തൊട്ടിയിലേക്ക് പച്ചക്കറി അരിഞ്ഞതിന്റെ വേസ്റ്റ് എറിഞ്ഞാൽ അവിടെ മുളക്കണാണ് ഏത്? ഖളറാഉദ്ദം. അതെന്താ? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരാണത്? റസൂലുള്ളാഹി പറഞ്ഞു, അൽ മർഅത്തുൽ ഹസനാ മിമ്മൻ ബിത്തിസൂ. മോശപ്പെട്ട കുടുംബാന്തരീക്ഷത്തിൽ പിറന്ന സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ആൺകുട്ടിയാണ്. കുടുംബത്തിന്റെ സംസ്കാരം മോശമാണ്, ദീനില്ല. പക്ഷെ കാഴ്ചക്കോ നല്ല ഉഷാറുണ്ട്. ഇത് ഏതുമാതിരിയാ? പടോളൊച്ചമാര്. വിത്തിന് പറ്റൂല എന്നർത്ഥം. പടോളൊച്ച ചിലപ്പോ നല്ല കായ്ക്കും. ഇത് വിത്തിന് വെച്ചിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് വിത്തുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സാധനല്ലേ. അത് നല്ല അടിത്തറുള്ള ഒറിജിനൽ എടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ലക്ഷണമൊത്ത ഇണകളെ നമ്മൾ തേടിപ്പിടിക്കുക. അങ്ങനെ ഇണകളെ കണ്ട് പരസ്പരം പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചടങ്ങ് നിശ്ചയിക്കുന്നിടത്ത് പരമാവധി സുന്നത്തെടുക്കാൻ നോക്കണം. ഇസ്ലാമിൽ നിക്കാഹിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസമുണ്ട്, ദിവസമുണ്ട്, സമയമുണ്ട്, സ്ഥലമുണ്ട്. പറ്റുമെങ്കിൽ 4ഉം പരിഗണിക്കാൻ ശ്രമിക്കുക. ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം ഏതാ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച ശവ്വാൽ മാസമാണ് ഏറ്റവും ശ്രേഷ്ഠത നിക്കാഹിന്. എന്നാൽ അറിഞ്ഞോളി, റമളാനിലടക്കം വിവാഹം നടത്തുന്നതിന് വിരോധമില്ല. സഫറിൽ കല്യാണം വെക്കാം, മുഹറത്തിൽ വെക്കാം, അന്നൊക്കെ വെക്കട്ടെ. അന്നൊന്നും കല്യാണം കഴിച്ചുകൂടാന്ന് ആരും വിചാരിക്കണ്ട. ഏത് മാസത്തിലും കല്യാണം ഒഴിവുപോലൊക്കെ നടത്താം. പക്ഷെ ശ്രേഷ്ഠത എന്തിനാണ്? ശവ്വാലിലാണ്. അതിന് 2 കാരണങ്ങൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയെ വിവാഹം ചെയ്ത മാസമാണ്. ഇതിന്റെ പുറമെ ശവ്വാല് മാസത്തിന്റെ പ്രത്യേകത, റമളാൻ മാസം കഴിഞ്ഞ ഉടനെയാണ് ശവ്വാല് വരുന്നത്. റമളാൻ എന്ന് പറഞ്ഞാൽ സംസ്കരണത്തിന്റെ മാസമാണ്.
മനുഷ്യന്റെ ശരീരവും മനസ്സും വ്രതശുദ്ധിയിലൂടെ ശുചീകരിച്ച് ക്ലിയർ ചെയ്ത സമയമാണ്. അങ്ങനെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെട്ട ഉടനെ ശവ്വാലിൽ വിവാഹം നടന്ന് ആ ബന്ധത്തിലൊരു കുഞ്ഞുണ്ടാകാനുള്ള സൗഭാഗ്യവും കിട്ടിയാൽ ആ മനസ്സ് നന്നായ സമയത്തുണ്ടായ കുട്ടിക്കും വലിയ ബർക്കത്തുണ്ടാവുന്ന ആദ്യത്തെ കുട്ടി തന്നെ ആ സമയത്തുണ്ടായ കുട്ടിയാണെങ്കിൽ ബാക്കി മക്കൾക്കൊക്കെ ഇവ മാതൃകയായി നല്ലൊരു കുടുംബം ചിട്ടപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഇതുകൊണ്ട് സാധിക്കുന്നവർ ശവ്വാലിലേക്ക് വെക്കുക. ഗൾഫാരൊക്കെ എപ്പോഴെങ്കിലും ലീവിന് വന്ന് റമദാനിലാണെങ്കിൽ കഴിച്ചോളി, നിങ്ങൾ വിരോധമൊന്നുമില്ല. നബിസുല്ലാസങ്ങൾ സൗദാ ബീവിനെ കെട്ടിയത് റമദാൻ മാസത്തിലാണ്. അപ്പൊ ആ മാസത്തിലും കല്യാണം കഴിക്കും ഓരോരുത്തരും പോലെ. ഇനി പറ്റുമെങ്കിൽ ദിവസം പരിഗണിക്കണം. അത് പറ്റാത്തവരില്ല, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. ഏത് ദിവസത്തിലാണ് നിക്കാഹ്? നമുക്കൊരു സ്വഭാവമുണ്ട്, നിശ്ചയത്തിനൊക്കെ പോണ കാരണന്മാരറിഞ്ഞിരിക്കണം. നമ്മൾ നിശ്ചയിക്കാൻ പോകുമ്പോൾ കലണ്ടറിനോട് എടുക്കാദ്യം എന്നാ ഇപ്പൊ നിക്കാക്കണെന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങനെ നോക്കും, ചോർന്ന ദിവസം ഏതാ ഉള്ളത് കലണ്ടറിൽ. അപ്പൊ ഒന്ന് ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി, പിന്നെ അതിന്റെ അപ്പുറത്ത് വേറെ ബാങ്ക് അവധി, ഇതിന്റെ അപ്പുറത്ത് ഇങ്ങോട്ട് ഒരു ഞായറാഴ്ച. ഇങ്ങനെ അവധി ഉണ്ടോന്ന് മാത്രം നോക്കുക. മതപരമായി അതിന്റെ പ്രാധാന്യമൊന്നും ആരും നോക്കലില്ല. മതപരമായി നിക്കാഹിന് ഏറ്റവും നല്ല ദിവസം ഏതാണ്? അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞൊരു ദിവസമുണ്ട്, സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ. ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച ദിവസമാണ്. അന്നാണ് നിക്കാഹ് ഏറ്റവും ശ്രേഷ്ഠതകൾ. ഇതൊന്ന് പറഞ്ഞു നോക്കട്ടെ നിങ്ങൾ നിശ്ചയത്തിന്റെ സദസ്സെന്ന്. അപ്പൊ കാരണന്മാരുണ്ട് വെള്ളിയാഴ്ച ജുമയും കുത്തിബൊക്കെയുള്ള ദിവസം നിക്കാഹ് ഉണ്ടാക്കുന്നതെന്ന് നോക്കും. ജുമയും കുത്തുബി എന്ന് പറഞ്ഞാൽ വലിയൊരു ആനത്തല്ലേ, ആകെ അരമണിക്കൂറിന്റെ പരിപാടിയാണ്. അതുണ്ട് എന്ന് കരുതിയിട്ട് ഒരു മണിക്കൂറിന്റെ നിക്കാഹ് വെക്കുന്നതിന് എന്താ തകരാറ്? ഒരു തകരാറുമില്ല. വെള്ളിയാഴ്ച വെച്ചാൽ അതിന്റെ ബർക്കത്ത് ആ കുടുംബത്തിന് കിട്ടും. ഇനി ഏതാണ് സമയം തിരഞ്ഞെടുക്കേണ്ടത്? നമ്മളൊക്കെ തിരഞ്ഞെടുക്കാറുള്ള ഒരു സമയമുണ്ട്, ബർക്കത്തില്ലാത്ത സമയം. അസറിന്റെ ശേഷം. എല്ലാ ബർക്കത്തുള്ള സമയം രാവിലെയാണ്. അതുകൊണ്ട് നിക്കാഹും ഏറ്റവും ശ്രേഷ്ഠത രാവിലെ വെക്കലാണ്. നാലാമതായി എവിടെ വെച്ചാണ് നിക്കാഹ് നടത്തേണ്ടത്? അത് വരന്റെ വീട്ടിലാണോ വധുവിന്റെ വീട്ടിലാണോ? ഇത് രണ്ടുമല്ല, അള്ളാഹുവിന്റെ വീട്ടിൽ വെച്ചാണ് നിക്കാഹ് സുന്നത്ത്. ഈ നാലും പരിഗണിക്കാൻ പറ്റുമോ നോക്കണം പോകുന്ന ആൾക്കാർ. അതിന്റെ ഫവായിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നിശ്ചയത്തിന് മുമ്പ് രണ്ട് വർത്താനം പറയാം, ഇങ്ങനെയൊക്കെ ഉണ്ട്, എന്നാ പിന്നെ ആരും എതിര് പറയില്ല. ഇത് സൗകര്യം ചെയ്തു കൊടുത്താൽ നമ്മൾ ഈ കുടുംബത്തോട് കാണിക്കുന്ന വലിയൊരു ഔദാര്യമാണത്. അതിന്റെ ബർക്കത്ത് കൊണ്ടായിരിക്കും ഭാവിയിൽ അവരെ കുടുംബം നന്നായി തീരാ. ഈ ബോധം രക്ഷിതാക്കൾക്കും കാരണവന്മാർക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ നിശ്ചയിക്കപ്പെട്ടു. ഇനി ഈ കല്യാണം അള്ളാഹുവിന്റെ ഹബീബ് പൊരുത്തപ്പെടാത്ത, അള്ളാഹു നിരോധിച്ച ഒരനാവശ്യവും നമ്മൾ അതിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ല. അതിന്റെ പേരിലുള്ള മറ്റൊരു സുന്നത്ത് വലീമത്ത് സദ്യയാണ്. കല്യാണത്തിന്റെ പേരിൽ ആഹാരം കൊടുക്കൽ സുന്നത്തുണ്ട്. ആർക്ക്? ഭർത്താവിന്. എങ്ങനെയാണ് അയാൾ കൊടുക്കേണ്ടത്? അയാളെ കഴിവിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. അത് തന്നെ ധൂർത്തില്ലാതെയാണ്. അതേപോലെ തന്നെ ഹറാമ് കലരാതെയാണ്. വളരെ ശുദ്ധമായ പണം കൊണ്ട് ധൂർത്തില്ലാത്ത ലളിതമായ ചടങ്ങാക്കിയിട്ടാണ് കല്യാണ സദ്യ കൊടുക്കേണ്ടത്. വളരെ ലളിതമാക്കി അത്രയും നല്ലതാണ്. സുല്ലാസങ്ങൾ പറഞ്ഞു, കല്യാണങ്ങളിൽ ഏറ്റവും ബർക്കത്തുള്ളത് ഐസറുഹാ മുഅ്മിനാ, ഏറ്റവും ചെലവ് കുറഞ്ഞ കല്യാണമാണ്. ഏറ്റവും ബർക്കത്തുള്ളത് ഏറ്റവും ചെലവ് കുറഞ്ഞ കല്യാണം. പിന്നെ ചില ആളുകളുടെ ബന്ധങ്ങളും സ്വാധീനങ്ങളൊക്കെ അനുസരിച്ച് ചിലപ്പെന്താവും, കുറച്ചൊക്കെ ആള് കൂടിയെന്ന് വരും. ആള് കൂടിയാലും ഭക്ഷണത്തിൽ നമ്മൾ ധാരാളിച്ചുണ്ടാക്കരുത്. ഒരു സാമാന്യവൽക്കരണം അതിൽ ആവശ്യമാണ്. കാരണം എന്താ, ഇത് ഒരാചാരം കൂടിയായി മാറുന്ന ഒരു സംഗതിയാണ് കല്യാണം എന്ന് പറഞ്ഞാൽ. അത് പാവപ്പെട്ടവന് നടത്തേണ്ടതാണ്, പണക്കാരൻ നടത്തേണ്ടതാണ്. അതുകൊണ്ട് പണമുള്ളവർക്ക് എന്ത് ചെയ്യണം? പാവപ്പെട്ടവരോട് സഹകരിച്ച് ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി കല്യാണത്തിന്. ഒരു ബിരിയാണി, അത് നിങ്ങൾ ആട് ബിരിയാണി ആയിക്കോളി, പോത്ത് ബിരിയാണി ആയിക്കോളി, കോഴി ബിരിയാണി ആയിക്കോളി. അത് പറ്റാത്തവനോ ഓന് കൊഞ്ചം ബിരിയാണി, ചപ്പാത്തിയും പൊറാട്ടയും മറ്റേതും പറഞ്ഞിട്ട് ഇങ്ങനെ 100 കൂട്ടം ഉണ്ടായാൽ
തൊട്ടപ്പുറത്തെ കല്യാണം അടുത്ത ആഴ്ച വരുന്നത്. നിങ്ങളെ കല്യാണപ്പുരയിലെ പ്ലേറ്റ് കത്തി തീർന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഓല് കല്യാണം കഴിക്കുമ്പോൾ ഓലും നിർബന്ധിതരാകും. മറ്റോടത്തൊക്കെ ഉണ്ടായി ആൾക്കാരെന്താ വിചാരിക്കാന്ന് വെച്ചാൽ ഇവര് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തേക്കും തന്നെ കല്യാണം കഴിക്കും. ഇതൊരാചാരമാണ്. അതുകൊണ്ട് ഒരൊറ്റ പക്ഷം അത് പറ്റാത്തവർക്ക് എന്ത് കൊടുക്കുക? നമ്മളെ നാടൻ ഭക്ഷണം നല്ല ചോറ്, ആ ചോറും അതിൽ മീൻകറിയും പപ്പടും പൊരിച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ. ആ രീതിയിൽ ഒന്ന് ലളിതമാക്കാൻ എല്ലാവരും സഹകരിച്ചാൽ അത് സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു നന്മയാണ്. ഉണ്ട് എന്ന് കരുതി ഇവിടെ നിങ്ങൾ അങ്ങനെ ധാരാളിത്തം വേണ്ട, അത് വേറെ നിങ്ങൾ സ്വകാര്യമായിട്ട് എപ്പോഴെങ്കിലും വിളിച്ചു കൊടുത്തോളി. അങ്ങനെ നമ്മളൊരു ലളിതവൽക്കരിക്കുക എന്ന് കരുതി ആർക്കും ഒന്നും കൊടുക്കാതെ ഒരൗലും ചായും കൊടുത്തോ ഇങ്ങനെയൊന്നിട്ട് പിരിച്ചിടാൻ പറ്റൂല. നബിസ്വല്ലല്ലാഹുവിന്റെ കാലത്തൊക്കെ ലളിതമായിട്ടായിരുന്നു. ചിലർ തീരെ ആരോട് പറയലുമില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്നൊരു മുതലാളി ഒരിക്കൽ അള്ളാഹിന്റെ ഹബീബിന്റെ സവിധത്തിലേക്ക് വന്നു. കടന്നു വന്നപ്പോൾ വല്ലാത്ത സുഗന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബ്ദുറഹ്മാൻ എന്താണ് ഒരു വല്ലായ്മ കാണുന്നുണ്ടല്ലോ? അപ്പൊ അബ്ദുറഹ്മാൻ അപ്പൊ തലയിൽ ഇങ്ങനെ ചൊന്നിട്ട് വന്ന്, നബി അതിങ്ങനെ ചെറിയൊരു കല്യാണം കഴിച്ചു. അപ്പൊ നോക്കണം അവിടത്തെ കല്യാണത്തിന്റെ ലാളിത്യം എത്രയാണ്, അള്ളാഹിന്റെ റസൂൽ അറിഞ്ഞിട്ടില്ലാന്ന്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇത് പറ്റൂല, ഇങ്ങനെ സ്വകാര്യമായിട്ട് നടത്തേണ്ട സംഗതിയല്ല. കാരണം എന്താ, ആരും അറിയാതെ പോയി കല്യാണം കഴിച്ച് ഒരു കുട്ടീനെ ബൈക്കിന്റെ വേക്കിൽ വെച്ച് ഇങ്ങനെ പോണത് കണ്ടാൽ നാട്ടുകാർ സംശയിക്കുന്നത് തട്ടിക്കൊണ്ടുപോകണോന്ന്. അതുകൊണ്ട് ജനങ്ങൾ വിവരം അറിയണമെങ്കിൽ അതിന്റെ പേരിൽ സദ്യ വേണം. അവിടെ നിന്ന് പറഞ്ഞു, ഔലിൻ വലോബിശ, അബ്ദുറഹ്മാൻ തങ്ങളെ നിങ്ങളൊരാടിനെ അറുത്തെങ്കിലും സദ്യ കൊടുക്കണം. അങ്ങനെ ഭക്ഷണം കൊടുക്കല ഇതിന്റെ സുന്നത്ത. എന്നാൽ നിങ്ങൾ അറിഞ്ഞോളി, പൂർണ്ണ സുന്നത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നാ? വിവാഹം കഴിഞ്ഞ് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധവും നടന്നതിന് ശേഷം നൽകുന്ന സദ്യയാണ് പൂർണ്ണാർത്ഥത്തിലുള്ള വലീമത്ത്. ഇനി ഭാഗികമായ സുന്നത്തെങ്കിലും കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നാ? നിക്കാഹ് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ചോറ് കൊടുക്കുന്നത്. അപ്പൊ നിശ്ചയത്തിന് മുമ്പ് ഇതും കൂടി ഓർമ്മയിലുണ്ടാവണം. വലീമത്തിന്റെ കൂലി ഈ കല്യാണത്തിന്റെ പേരിൽ കിട്ടണമെങ്കിൽ കല്യാണം കൂട്ടിക്കൊണ്ടുപോകേണ്ട തീയതി ഉണ്ടല്ലോ, അതിന്റെ മുമ്പ് നിക്കാവും കൂടിയാണ് തീരുമാനിച്ചാൽ അത് വലിയ പരിപാടി നോക്കണ്ട. ചെലവ് കുറക്കാന്ന് പറഞ്ഞിട്ട് അത് ചെലവ് കുറക്കല്ല, അതൊരു സുന്നത്ത് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾ ചെറുതായി കഴിച്ചോളി. അതിന്റെ തലേന്നെങ്കിലും പോയിട്ട് എന്ത് ചെയ്യാ, നിക്കാഹ് കഴിച്ചാൽ പിറ്റേന്ന് വിളമ്പണ ചോറിന് വലീമത്തിന്റെ അസിരി സുന്നത്ത് കിട്ടും. നമ്മളെ മലപ്പുറം ജില്ലയിൽ അത് പരിഗണിക്കൽ വളരെ കുറവാണ്. നമ്മൾ കല്യാണത്തിന്റെ അന്നുകൾ വന്ന് 11 മണിക്ക് വിളമ്പാൻ തുടങ്ങും. അങ്ങനെ തിന്ന് പള്ളയൊക്കെ പഴയ വള്ളിന്റെ മീറ പോലെ ആക്കിയിട്ട് പുതിയാപ്പളുടെ ഒപ്പം പള്ളയായിട്ടാ പോവുക. പിന്നെ ഈ കൂലി അതിന് കിട്ടൂല, അതൊരു സ്വതക്ക് കൊടുത്ത കൂലി മാത്രമേ ഉണ്ടാവൂ. ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കാതെ കല്യാണത്തിന്റെ ഒരു സുന്നത്താണ്. ഈ സുന്നത്തില് പരമാവധി പാവപ്പെട്ടവരെ നമ്മൾ പങ്കെടുപ്പിക്കണം. സമ്പന്നന്മാരെ മാത്രമല്ല, നമ്മളെ പരിസരങ്ങളിലുള്ള സ്വാലിഹീങ്ങൾ, ഒരു നേരത്തെ ബിരിയാണി കിട്ടിയാൽ കഴിക്കാനെന്ന് ആഗ്രഹിക്കുന്ന പാവപ്പെട്ടവർ, ഇവരെയാണ് കല്യാണ സദ്യയിലേക്ക് പ്രത്യേകം ക്ഷണിക്കേണ്ടത്. അള്ളാഹിന്റെ ഹബീബ് പഠിപ്പിച്ച ഹദീസിൽ കാണാം, സിർറുത്വാമി ത്വാമുൽ വലീമ, ഏറ്റവും മോശപ്പെട്ട ആഹാരം കല്യാണത്തിന് വിളമ്പുന്ന ഭക്ഷണമാണ്. യുദ്ആ ഇലൈഹൽ അഗ്നിയാഉ ദൂനൽ ഫുഖറാ, പാവപ്പെട്ടവരെ അവഗണിച്ച് സമ്പന്നരെ മാത്രം തെരഞ്ഞുപിടിച്ച് നടത്തുന്ന VIP കല്യാണങ്ങളിലെ ആഹാരമാണ് നാട് കണ്ട ഏറ്റവും നാറിയ ഭക്ഷണം. പാവപ്പെട്ടവർക്ക് നല്ല സാന്നിധ്യം ഉണ്ടാവണം, എല്ലാരെയും വിളിക്കാം. പാവപ്പെട്ടവരെന്തിനാ വിളിക്കുന്നത്? അവർക്ക് അന്നം വിളമ്പിയതിന്റെ ബറക്കത്തുകൊണ്ട് കുടുംബജീവിതം നന്നാവണമെന്നാണ് ഇതിന്റെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ സുന്നത്ത് വിളക്കെടുക്കുക. ആ കൂട്ടത്തിൽ നബിതങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താണ് കല്യാണത്തിന് ദഫ് മുട്ടുക, ആളുകൾ അറിയിക്കാനുള്ള ഒരു ശബ്ദം ഉണ്ടാക്കല. അതിൽ മതം അംഗീകരിച്ചെന്നാണ് ദഫ് മുട്ടുക. മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെ വീടുകളിൽ കല്യാണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹിന്റെ ഹബീബ് ഉപദേശിക്കാറുണ്ട് ദഫ് കൊട്ടാൻ. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബത്തിന്റെ വീട്ടിൽ കല്യാണം നടത്തുന്ന സമയത്ത് കുട്ടികൾ ദഫ് മുട്ടുകയാണ്. മുത്തുനബി കയറി വരുന്ന നേരത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കുട്ടികളെ ഓടിച്ചു. അള്ളാഹിന്റെ റസൂൽ വരുന്നോട് ഒറ്റപ്പാടുണ്ടാക്കല് പോയി അവിടുന്ന് എന്ന് പറഞ്ഞു. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, വേണ്ട, അവരെ തടയണ്ട, അവര് കൊട്ടട്ടെ, ഇത് അവരെ സന്തോഷത്തിന്റെ വേളയാണ്.
അതുകൊണ്ട് കല്യാണത്തിൽ സുന്നത്തുള്ളത് മഹാന്മാരെ മദ്ഹ് ചൊല്ലി ദഫ് മുട്ടുക എന്നതാണ്. ആ സുന്നത്ത് തിരിച്ചു കൊണ്ടുവന്നാൽ വേറെ ഒരുപാട് അനാവശ്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാനും കഴിയും. ഗാനമേളയിൽ തോന്നിവാസൊന്നും പിന്നെ വേണ്ട. അങ്ങനെ മതം അംഗീകരിച്ച ഈ ചര്യകളൊക്കെ പാലിച്ച് അനാവശ്യങ്ങളൊക്കെ ഒഴിവാക്കി ദൂർത്തുകൾ ഉപേക്ഷിച്ച് നല്ല കല്യാണം നടത്തുക. അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുക. ഇന്ന് നിങ്ങൾ ആലോചിച്ചു, കല്യാണ കത്ത് മുതൽക്ക് തുടങ്ങാണ് ദൂർത്ത്. കല്യാണ കത്ത് 150 റുപ്യ 200 റുപ്യന്റെ കല്യാണ കത്താണ്. അങ്ങനത്തെ 10,000 കത്ത് 20,000 കത്ത് 8 റുപ്യാണ് മുമ്പ്. എന്തിനാ? എന്നിട്ടോ മലയാളികളായ സാധാരണ ആൾക്കാർക്ക് കൊടുക്കുന്ന ഈ കത്ത് ഇംഗ്ലീഷിലാണ് അടിച്ചിട്ടുണ്ടായത്. ഇതൊക്കെ ഒരു പൊങ്ങച്ച, നമുക്ക് നമ്മളെ ഭാഷ ഒന്നിനും കൊള്ളാത്ത ഭാഷ. ഈ ധാരണക്ക് നമ്മൾ തിരുത്തണം. അത് വലിയ എന്തോ ഒരു VIP കോൺഫറൻസ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലോക സമ്മേളനം നടക്കുകയാണ്, അതിനൊക്കെ എന്ത് ഒരു ലോക ഭാഷ എടുക്കാം. ഇത് നാട്ടിൻപുറത്തെ ആൾക്കാർ ക്ഷണിക്കണ കല്യാണക്കത്തിന് എന്തിനാണ് വേറെ അന്യന്റെ ഭാഷ എടുക്കുന്നത്? നമ്മളെ മലയാളത്തിൽ ക്ഷണിച്ചാൽ പോരെ? അതിനൊരു 5-8 പേജ്, അതിൻ്റെ ഉള്ളിലൊരു കവറ്, പിന്നെ അതിനെ വേറെ ഒന്നിലിട്ട് പൊതിഞ്ഞിങ്ങനെ തൂക്കി പിടിച്ചൊക്കെ അങ്ങനെ കൊണ്ടുകൊടുക്കുക. കത്ത് കിട്ടിയ അപ്പം വലിച്ചതാണ് ആ ജാതി കത്ത്. കാരണം ഇത് കൊണ്ടെടുക്കാൻ കഴിയുമ്പോൾ നമ്മളെ തന്നെ കൊണ്ടെടുക്കാൻ കഴിയാത്ത ഇതെന്റെ ഒരു ബാഗ് കൂടി ഒരു കത്ത്. ഇങ്ങനെ പറഞ്ഞിലവാക്കുന്നത്. പിന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് ഫസ്റ്റ് പേജിലും ലാസ്റ്റ് പേജിലും കളർ ഫോട്ടോ 10,000 എണ്ണിക്കൊടുത്തെങ്കിലല്ലാതെ അത് വരൂല കേട്ടോ. ഇത് കാണുമ്പോൾ പലരുടെയും അമ്മോശന്മാരെ നെഞ്ചത്ത് രണ്ടളക്കൊട്ടിടിക്കുകയാണ്. കാരണം മൂപ്പരെടുത്ത കാശ് ഉണ്ടായിക്കല്ലോ ഈ പരസ്യം വരുന്നതെന്നാണ് അയാൾ വിചാരിക്കുന്നത്. അങ്ങനെ ആവാനും സാധ്യത ഏറെയാണ്. ഇങ്ങനെ ദൂർത്തു തുടങ്ങിയിട്ട് കല്യാണത്തിന്റെ പന്തൽ മുതൽ കല്യാണ വസ്ത്രം വരെ പുതുക്കസാരി വരെ 2 മണിക്കൂർ എടുക്കുന്ന സാധനമായി പുതുക്കസാരി. പിന്നെ ജീവിതത്തിൽ ആ പെണ്ണ് ആ സാധനം എടുക്കൂല. കാരണം എന്താ ഇടാൻ പറഞ്ഞു തക്കാരത്തിനും ആ സാരി എടുത്തോന്നു പറഞ്ഞു നിങ്ങൾ മനുഷ്യന്മാരൊക്കെ കണ്ട സാരി ഇനി എടുക്കാണോ എന്ന് ചോദിക്കും. അതിനാണ് 50,000, 1 ലക്ഷം, 2 ലക്ഷം ഉറുപ്യ കൊടുത്തിട്ടാണ് ഈ 2 മണിക്കൂറിന്റെ സാരി. ആഭരണങ്ങളിലൂടെ എത്രയാണ് നമ്മൾ ദൂർത്തടിക്കുന്നത്. ഇന്ന് ഏതു പെണ്ണും ഒരു 25-30 പവന്റെ അപ്പുറത്ത് എന്ത് വലിയ തക്കാരത്തിന് പോവുകയാണെങ്കിലും അവര് ധരിക്കാറില്ല. നിങ്ങൾ കൊടുത്തോളി 50-100 പൈസ ഉള്ള മൂക്ക് കൊടുക്കണേന് തടസ്സമൊന്നുമില്ല, അതിന് മതതീർപ്പൊന്നുമില്ല. പക്ഷെ അത് ആഭരണാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരാണ്ട്. ആ നഷ്ടങ്ങൾ എന്താ? പിന്നീട് അത് എത്രയോ രൂപ 1 പവൻ ആഭരണമാക്കുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നു. ഇങ്ങനെയുള്ള അനാവശ്യങ്ങളൊക്കെ ഒഴിവാക്കണം. കല്യാണത്തിന്റെ പേരിലാണെങ്കിലും ദൂർത്തുണ്ടായാൽ അള്ളാഹു അത്തരക്കാരെ വിളിച്ചു പറയുന്നത് വലാ തുബസ്സിർ തബ്ദീറാ, നിങ്ങൾ ഒരിക്കലും ദൂർത്തടിക്കരുത്. ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീനി വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. പിശാചാണ് ദൂർത്തടിക്കുന്നവന്റെ കൂട്ടുകാരൻ. പിശാചാകട്ടെ റബ്ബിനോട് നന്ദി കെട്ടവനുമാണ്. ആ നന്ദി കെട്ട സ്വഭാവം തന്നെയാണ് അള്ളാഹ് തന്ന പണം ദൂർത്തടിക്കുന്നവനും ചെയ്യുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഇവന്റെ കൂട്ടുകാരനായിട്ട് ആരുണ്ടാവും? ദൂർത്തടിച്ച ശൈത്താൻ ഉണ്ടാവും. ശൈത്താന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്താ? ഖുർആനിൽ പറഞ്ഞു മാ യുഫരിഖു ബിഹി ബൈനൽ മർഇ വസൗജി. ഒരു മനുഷ്യനെ അവന്റെ ഭാര്യയുമായി ഭർത്താവുമായി പിണക്കുക എന്നതാണ് ശൈത്താന്റെ ഇഷ്ടവിനോദം. അപ്പൊ ദൂർത്തടിച്ച കല്യാണത്തിലൂടെ ശൈത്താന്റെ തോളിൽ കൈവച്ച ചങ്ങാതിയായി മാറിയാൽ നമ്മുടെ കുടുംബത്തിൽ വിള്ളൽ എളുപ്പത്തിൽ ഉണ്ടാവുന്നതാണ് ഈ പറഞ്ഞതിന്റെ സാരം. അതിനാൽ ലളിതമായ ഇസ്ലാമിക അന്തരീക്ഷത്തിലുള്ള മാന്യമായ കല്യാണങ്ങളായിരിക്കണം നമ്മളെ കല്യാണങ്ങൾ. അല്ലാതെ കുടുംബത്തിൽ വിള്ളൽ വന്നാൽ, പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കി ആലോചിച്ചോളൂ. ഇതിന് ചെറിയ ചെറിയ ചില കാരണങ്ങൾ ഉണ്ടാവും. അറിവുള്ളവരെത്തുന്നാണോ തകരാറ് പറ്റുന്നെങ്കിൽ ചെറിയ കാരണം മതി. അറിവില്ലാത്തവന്റെ എത്തുന്നാണ് ചിലപ്പോൾ വലിയ കാരണം വേണ്ടി വരും. അതുകൊണ്ട് ഈ അനാവശ്യങ്ങളൊക്കെ മാറ്റിവെച്ച് നല്ല രീതിയിൽ സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും മതത്തിന്റെയും നാടിന്റെയും പിന്തുണയോടെ ഇവരൊന്നിച്ച് ജീവിക്കട്ടെ. അങ്ങനെ കുടുംബത്തിന്റെ അടിത്തറയായ ആണും പെണ്ണും രൂപപ്പെട്ടു കഴിഞ്ഞു, ഭാര്യയും ഭർത്താവുമായി. ഇനി സംതൃപ്ത കുടുംബജീവിതം നയിക്കാൻ പുറമുള്ള ആളുകൾക്ക് വലിയ റോളൊന്നുമില്ല. നിക്കാഹ് ചെയ്തെടുത്ത് ഉസ്താദിന് ഇപ്പം വല്ല നന്നാക്കാൻ പറ്റുന്ന എല്ലാതും കഴിയില്ല. ഉമ്മക്കും ബാപ്പുക്കും ഒക്കെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാനേ പറ്റൂ.
ഇനി സന്തോഷകരമായ ജീവിതം നയിക്കണമെങ്കിൽ എന്തു വേണം? ഈ ഭാര്യയും ഭർത്താവും പരസ്പരം പെരുമാറാൻ പഠിക്കണം. എങ്ങനെയാണ് നല്ല ഭാര്യയാവുക? എങ്ങനെയാണ് ഞാൻ നല്ല ഭർത്താവാകുക? ഇത് രണ്ടാളും പഠിച്ച് പെരുമാറുമ്പോഴേ അവർക്ക് സംതൃപ്ത കുടുംബജീവിതം സാധ്യമാകൂ. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇതുപോലെയുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട ഒരക്ഷരം പോലും ഇന്ന് നമ്മുടെ ഭൗതിക കലാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കപ്പെടുന്നില്ല. ഇവിടെയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രസക്തി. നമ്മളെ യുവതലമുറയെ, കൗമാരത്തിലേക്ക് കടന്ന യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ചെറുപ്പക്കാരികൾക്ക് ഒന്നാം തരം കുടുംബജീവിതം നയിക്കാൻ ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും നൽകുന്ന, ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മളെ സ്ഥാപനമാണ്. അല്ലാഹു തആല ഇതിനെ അഭിവൃദ്ധിയിലേക്ക് ഉയർത്തിത്തരുമാറാകട്ടെ. ഇത് വലിയൊരു ലക്ഷ്യമാണ്. വരാൻ പോകുന്ന ഒരു നല്ല തലമുറയെ ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ കുട്ടികളുടെ പഠനം വലിയ പങ്ക് വഹിക്കും. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് ഒരു പില്ലർ കൊടുക്കുക എന്ന് പറഞ്ഞത് നമുക്ക് നഷ്ടമായി മാറൂല. അള്ളാഹു ആ കൊടുത്തവർക്കൊക്കെ അതിന്റെ ബർക്കത്ത് കൊണ്ട് അവരെ കുടുംബങ്ങളെ നന്നാക്കി കൊടുക്കട്ടെ, മക്കളെ സ്വാലിഹ്യങ്ങളാക്കി കൊടുക്കട്ടെ. ബാക്കി കൂടി നിങ്ങൾ ഓരോരുത്തരും സഹകരിച്ച് മുന്നോട്ട് വന്ന്, ഇതൊരു പിരിവിന്റെ വയലല്ല, നിങ്ങൾക്കൊക്കെ അറിയാം, ഇത് പഠിക്കാനുള്ള വയലാണ്. അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ലേലം വിളിച്ച് ബഹളം ഉണ്ടാക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ആ പറഞ്ഞ കാര്യം നിങ്ങൾ ഓരോരുത്തരും ഞാൻ എന്ന് കരുതി മുന്നോട്ട് വന്ന് പൂർത്തീകരിക്കണം. അള്ളാഹു നമുക്ക് റഹ്മത്തും ബറക്കത്തും ഏറ്റിത്തരുമാറാകട്ടെ. എന്താണ് ഒരു നല്ല ഭർത്താവാകാൻ ഒരു ഭർത്താവ് ചെയ്യേണ്ടത്? ആദ്യമായി ഇണയും തുണയായി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങാം. ഇവര് പരസ്പരം കണ്ടുമുട്ടുന്നത് മുതൽ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കണം. അള്ളാന്റെ ഹബീബ് അതിനൊക്കെ പെരുമാറ്റച്ചട്ടം പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായി ഭാര്യയും ഭർത്താവും കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശീർവദിച്ചൊരു പ്രാർത്ഥന നടത്തണം. ബാറക്കല്ലാഹു ലികുല്ലിൻ മിന്നാ ഫീ സാഹിബിഹി. ഇതാണ് ആ പ്രാർത്ഥന. ബാറക്കല്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ, ലികുല്ലിൻ മിന്നാ ഫീ സാഹിബി, നമുക്ക് രണ്ടുപേർക്കും നാം ആകുന്ന ഇണകളിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഇത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇത് കഴിഞ്ഞാൽ ഭാര്യയുടെ മൂർത്താവിൽ കൈവച്ചുകൊണ്ട് ഭർത്താവ് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ജബലത് അലൈഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജബലത് അലൈഹി. അല്ലാഹുവേ, ഈ പെൺകുട്ടിയിലുള്ള എല്ലാ നന്മയും അവൾക്ക് പാരമ്പര്യമായി പ്രകൃതിപരമായുള്ള സർവ്വ ഗുണങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്തെങ്കിലും പാരമ്പര്യമായ ദുർഗുണങ്ങളോ തിന്മയോ ഉണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളെ ജീവിതത്തിൽ പുറത്തു ചാടാതിരിക്കാൻ നിന്നോട് അഭയം തേടുന്നു എന്ന അർത്ഥഗർഭമായ പ്രാർത്ഥന സ്നേഹപൂർവം മൂർത്താവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇനിയോ റസൂലുള്ള പറഞ്ഞു, ഫല്യുസല്ലി റക്അത്തൈൻ, ഈ 2 റക്അത്ത് സുന്നത്ത് സ്കെച്ചാ തുടങ്ങുന്നത്. വളരെ ശാന്തമായിട്ടായിരിക്കണം ജീവിതത്തിന്റെ ആരംഭം. ഒരു സ്ഥലത്തും എടുത്തിയാട്ടം പാടില്ല. റസൂലുള്ള പറഞ്ഞു, അൽ അജ്ലത്തു മിന ശൈത്താൻ, അത് പൈശാചികമാണ് എടുത്തിയാട്ടം. ശാന്തത അതെല്ലായിടത്തും ഗുണമാണ്. അതിനാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞു, ഭാര്യയോട് ഭർത്താവ് ഉണർത്തണം, ഫല്യഉമുർഹാ അൻ തുസല്ലിയ ഖൽഫഹു, ഭർത്താവിന്റെ പിന്നിൽ നിന്ന് തുടർന്ന് നിസ്കരിക്കാൻ ഭാര്യയോടും പറയാ. സ്വലാത്തു സിഫാഫ് എന്ന് പറയുന്ന വീട് കൂടുമ്പോൾ ഉള്ള സുന്നത്ത് നിസ്കാരമുണ്ട്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതിയാണ്. ആ സുന്നത്ത് നിസ്കാരത്തിൽ ഭർത്താവ് ഇമാമായി മുന്നിൽ നിൽക്കുക, ഭാര്യ മൗമൂമായി പിന്നിൽ നിൽക്കുക. അതങ്ങനെ തന്നെയാണ് എല്ലായിടത്തും നിൽക്കേണ്ടത്. അതായത് പുരുഷൻ ഇമാമും പെണ്ണ് മൗമൂമാവുന്നിടത്ത്, മൗമൂമ് ഒരാളാണെങ്കിൽ പോലും എവിടെയാണ് പെണ്ണ് നിൽക്കേണ്ടത്? ആണിന്റെ ബാക്കിലാണ്. 2 ആണുങ്ങൾക്കും പോലല്ല. 2 ആണ് ജമാഅത്താക്കുമ്പം പുരുഷൻ ഒരാളാ മൗമൂമുള്ളെങ്കിൽ ഇമാമിന്റെ വലഭാഗത്ത് അല്പം പിന്നിലായിട്ടല്ലേ നിൽക്കേണ്ടത്. എന്നാൽ പെണ്ണ് ഒരാള് മൗമൂമാണെങ്കിൽ പോലും, 1-2 പിന്നെ പറയണ്ട, ഒരാളാണെങ്കിൽ പോലും എവിടെ നിൽക്കേണ്ടത്? ഒരു സ്വപ്പിന്റെ അകലത്തിൽ പിന്നിലാണ് നിൽക്കേണ്ടത്. വലഭാഗത്തുമല്ല, പിന്നിലാണ്, നേരെ പിന്നിലാണ് നിൽക്കേണ്ടത്. അപ്പൊ ഉമ്മ മകന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോഴും
വാപ്പാന്റെ പിന്നിൽ മകൾ നിസ്കരിക്കുമ്പോഴും ഭർത്താവിന്റെ പിന്നിൽ ഭാര്യ നിൽക്കുമ്പോഴും അതേ ആങ്ങളയുടെ പിന്നിൽ പെങ്ങൾ നിൽക്കുമ്പോഴും പിന്നിൽ നിന്ന് തുടരണം. തൊട്ടടുത്ത് വലഭാഗത്തല്ല നിൽക്കേണ്ടത്. അതേസമയത്ത് രണ്ട് പെണ്ണുങ്ങളാണ് ജമാഅത്തായി നിസ്കരിക്കുന്നെങ്കിലോ അവിടെ ഒരേ സ്വപ്പിലവല് നിൽക്കേണ്ടതെന്നാണ്. മടമ്പുംകാല് മാത്രം ഇമാമിന്റെ എന്തായാ മതി, കുറച്ച് പിന്നിലായാ മതി. ബാക്കി അവരെ അതേ ലെവലിൽ നിന്ന് നിന്നിട്ടാ നിസ്കരിക്കുക. ഓരോന്നിനും ഓരോരോ വിധികളുണ്ട്. ഇങ്ങനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാണ് ഇവരെ കുടുംബജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്നതെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ ജാഇലും ഫീ ബൈതിഹിമാ ഖൈറാ, അല്ലാഹു തആല അവരെ അറയിൽ ഖൈറും ബർക്കത്തും ആക്കി കൊടുക്കും. അവരെ തുടക്കം തന്നെ സംതൃപ്തമായ തുടക്കമായിരിക്കും. ഇങ്ങനെ നല്ല രീതിയിൽ എല്ലാ അദബും മര്യാദയൊക്കെ പാലിച്ചാണ് കുടുംബജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടാകേണ്ടത്. എന്നാലേ തുടർന്ന് അങ്ങോട്ടും സംതൃപ്തി ഉണ്ടാവൂ. മക്കളൊക്കെ ആയതിന്റെ ശേഷം ആലോചിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ പറയുമ്പം പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുക, അതൊന്നും ഇപ്പൊ നമ്മൾ നോക്കിയില്ലല്ലോ, ഒന്നുകൂടി നോക്കിയാലോ അല്ലേ തലക്കെന്ന് എന്ന് ചിന്തിക്കണ്ട. അതൊക്കെ പൊല്ലാപ്പാണ്. നമ്മളെ മക്കൾ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അവരെയൊക്കെ ഒന്ന് ഇനി ചിട്ടയോടുകൂടെ തുടങ്ങാൻ വേണ്ടി നമ്മൾ ഉപദേശിക്കുക. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നല്ല ഭർത്താവായ ഒരാൾക്ക് മാറണമെങ്കിൽ ഒരൊറ്റ കാര്യത്തിൽ അയാൾ ശ്രദ്ധ പതിപ്പിച്ചാൽ മതി. അത് വേറെ ഒന്നുമല്ല, എല്ലാ നല്ല കാര്യത്തിലും ഭാര്യക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുക. പരിഗണിച്ച് പെരുമാറാൻ ശീലിച്ചാൽ അയാളോട് വലിയ സ്നേഹിക്കുക ഭാര്യക്ക്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, എന്നാ നല്ല ഭർത്താവാകാൻ പറ്റും. എങ്ങനെയാണ് ഈ ഭാര്യനെ പരിഗണിക്കുന്നതിന്റെ പ്രായോഗിക രീതി? ഞാൻ ചില ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ സാധാരണ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് നമ്മളെ ഭാര്യമാരാണ്. ആഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് പലപ്പോഴും ഗൃഹനാഥനായ ഭർത്താവുമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കൂട്ടത്തിൽ എത്ര പേർ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ പോകുമ്പോൾ ഭാര്യമാരുടെ കൂടി താല്പര്യങ്ങൾ ചോദിച്ചറിയാറുണ്ട്? അത് പരിഗണിക്കാറുണ്ടോ? അപൂർവ ആളുകളുണ്ടാവും. ചിലരെന്താ ഇല്ലാത്തതെന്ന് ചോദിക്കും. കറി വെക്കാനോ ഉപ്പേരിക്കോ ചോറിനോ ഇറച്ചിക്കോ ഇങ്ങനെ പല സാധനം ഉണ്ടല്ലോ പൊരയിലേക്ക് വാങ്ങണം. ഇതിൽ ഭാര്യമാരുടെ കൂടി ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിക്കാൻ കഴിയണം. അത് ചോദിക്കണം, അവർക്ക് താല്പര്യമുള്ളത് വാങ്ങിക്കൊടുക്കണം. ഇങ്ങനെ വാങ്ങിക്കൊടുത്താലുള്ള ഗുണം എന്താണ്? ഈ ഭാര്യക്ക് ഭർത്താവിനോട് പെരുത്തു സ്നേഹം വർദ്ധിക്കും. എന്റെ ഇഷ്ടത്തിനാണല്ലോ അദ്ദേഹം സാധനങ്ങൾ വാങ്ങുന്നത്, ആ ഭർത്താവിനോട് വലിയ ബഹുമാനായിരിക്കും. രണ്ടാമതായി, ഈ ആഹാര പദാർത്ഥങ്ങൾ പാകം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകും. കാരണം എന്താ, ഇത് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയതാ, അതുകൊണ്ട് തൊള്ളേ വെക്കാൻ പറ്റണം, അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പറ്റൂല എന്നൊരു ബോധവും കൂടി ഒക്കെ ഉണ്ടാകും. എന്നാ അധികം ആളെയും സ്വഭാവം എന്താന്ന് നിങ്ങൾ പെണ്ണുങ്ങളോട് ഇതൊന്നും ചോദിക്കാൻ നിൽക്കൂല. അങ്ങാടിയിലൂടെ പോവുക, ആദായമുള്ള എന്താന്ന് നോക്കുക. പുരക്കാർക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ല എന്നൊന്നുമില്ല. അങ്ങനെ അങ്ങാടി ചെന്ന് നോക്കുമ്പോ അന്ന് കണ്ടാൽ നിങ്ങള് ഏതോ ഒരാളെ കയ്പ കൃഷിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഓൻ തൊന്നായിട്ട് പറിച്ച് ഒരു ഗുഡ്സ് വണ്ടിയിലാക്കി അങ്ങാടിക്ക് വന്നിട്ടുണ്ട്. ഓൻ വെച്ച് തീരണ്ടേ? ഓൻ പറഞ്ഞ് 10 കിലോക്ക് 50 ഉറുപ്പ്യ. ഇയാള് നല്ല ആദായാന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? 10 കിലോ കൈപ്പങ്ങിയായിട്ട് വലിയ ഹാപ്പിയിൽ ഇങ്ങനെ പൊരേക്കാട് ചെല്ല. ഓക്ക് കണ്ണിന്റെ ഏറെ കണ്ടുകൂടാത്ത സാധനം. ഇത് 10 കിലോ കൊണ്ടിട്ടാൽ എന്താ ചെയ്യാ? കാലിത്തീറ്റ ഉണ്ടാക്കുന്നത് പോലെ കഷ്ണിച്ച് വിളമ്പിത്തരും, തിന്നോളൂ എന്ന് പറയും. ഇതിന് സന്തോഷം ഉണ്ടാവൂല. അതുകൊണ്ട് ഭാര്യമാരെ പരിഗണിച്ച് ആഹാര പദാർത്ഥങ്ങൾ വാങ്ങാനുള്ള ശീലമുണ്ടാക്കിയാൽ നമുക്ക് നല്ല ഭർത്താക്കന്മാരാകാം. രണ്ടാമത്തെ ഒരു പരിഗണന, നമ്മൾ വീടുണ്ടാക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ സമയത്ത് വീടിന്റെ കാര്യത്തിൽ അവരെ കൂടി അഭിപ്രായം പരിഗണിക്കണം. ചിലർക്ക് സാധിക്കൂല. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ കീഴിലുള്ള ആളാണ്, ഓക്കൊന്നും തിരിയില്ല എന്നും പറഞ്ഞിട്ടുള്ളൊരു സമീപനം. ഇവര് ഒന്നിച്ച് ജീവിച്ചാലും മനസ്സുകൊണ്ട് അടങ്ങൂല. മനസ്സുകൊണ്ട് അടങ്ങണമെങ്കിൽ എന്താണ്? അർഹിക്കുന്ന പരിഗണന കൊടുക്കണം. അങ്ങനെ ഇവങ്ങനെ പ്ലാനിൽ നോക്കുക, കാക്കോക്കും പോലെ
അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ചായ എടുക്കില്ല തങ്ങൾ വായിച്ചനാ ചോദിച്ചു. അപ്പോണ്ട് കുറുക്കം നോക്കണമായിരുന്നു അവിടെ. പിന്നെ എനിക്ക് എഞ്ചിനീയറിംഗ് ഒന്നും അറിയില്ല, ഇത് വീടിന്റെ മനുഷ്യൻ തല ഉണ്ടാകുമ്പോഴാണ് എന്റെ ചായ ഇത് പോയിക്കോട്ടെന്ന് എന്ന് പറഞ്ഞിട്ടാ പ്രവർത്തിക്കണം. ഇങ്ങനെ ആയാൽ എന്താ സംഭവിക്കുക? ഈ വീടിന്റെ നിർമ്മാണത്തിൽ ഈ പെൺകുട്ടിയുടെ സഹകരണം ഉണ്ടാവോ? ഉണ്ടാകൂല എന്ന് മാത്രല്ല, ആരെങ്കിലും ചോദിച്ചു നിങ്ങളെ വീട് പണിയൊക്കെ എവിടെ എത്തി? അതൊന്നും പറയണ്ട, ഞാൻ അതിനകത്തൊന്നും പോയൊക്കെ ഇല്ല, അതിങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവള് സഹകരിക്കൂല. അതേ സമയത്ത് നല്ല ബോധമുള്ള ഭർത്താവാണെങ്കിൽ എന്ത് ചെയ്യും? പ്രേം റെഡിയായാൽ ആദ്യം വിളിക്കും പ്രിയതമയെ. കാരണം എന്താ? വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരാണത് നിയന്ത്രിക്കേണ്ടതും ഭരിക്കേണ്ടതും? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ, ഭർത്താവിന്റെ വീട് ഭരിക്കേണ്ടത് ഭാര്യയാകുന്നു. ആ ഭാര്യയാണ് ഇതിന്റെ ഭരണാധിപയാകാൻ പോകുന്നത്. അപ്പൊ അവളെ വിളിച്ചിട്ട് പറയും, കണ്ടോ നമുക്ക് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് 5 സെന്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഇവിടെയാണ് വീട് എന്ന് കരുതി വീട് ചെറുതാക്കാനൊന്നും പറ്റില്ല. നല്ല 2 റൂം ഇതിലുണ്ട്, ഇതാ കണ്ടോ, ഇതാ നമ്മളെ ഡൈനിങ് ഹാൾ അത്യാവശ്യം വലുപ്പമുണ്ട്, ടോയ്ലറ്റ് 2 എണ്ണം എന്തായാലും ഇതിലുണ്ട്, പിന്നെ കോണി ഇതിൽ വരുന്നുണ്ട്, സിറ്റ് ഔട്ട് ചെറുതാണെങ്കിലും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അടുക്കള മോശമാക്കിയിട്ടില്ല, ഇതാ വർക്ക് ഏരിയ ഇപ്പൊ തൽക്കാലം ഒരു 3 മീറ്റർ ഇട്ടിട്ടുണ്ട്, ഇനി ആലോചിച്ചോ, തടി വെക്കുമെങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞോ 4 മീറ്റർ ആക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെയും കൂടി ഒന്ന് മൊഞ്ചാക്കിയാല് പോയി ധരിക്കാൻ ഒരു കൂടില്ലേ? കൂടും. വാർപ്പ് കഴിഞ്ഞാൽ നനക്കാൻ ഒരു സജീവായിട്ടുണ്ടാകും. തേപ്പിന് മുട്ടിയാൽ ഭാര്യ പറയും, പൊന്നിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാ, ഇതിങ്ങൾ വിറ്റിട്ട് തേച്ചോളി എന്ന് പറയൂലേ? പറയണമെങ്കിൽ എന്തു വേണം? അവരെ വിശ്വാസത്തിലെടുത്ത് അവരും കൂടി കൂട്ടി പരിഗണിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകണം. അപ്പോഴേ നമുക്കിടയിൽ ഇണക്കമുണ്ടാവൂ. ചില ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ ഭാര്യമാരെ അവഗണിച്ച് തള്ളുന്നവരാണ്. അത്തരം ഭാര്യയും ഭർത്താവും തമ്മിൽ മനപ്പൊരുത്തം ഉണ്ടാവുകയില്ല. ഇതുപോലെ തന്നെ ഭാര്യമാർക്ക് കൊടുക്കേണ്ട പരിഗണനയിൽപ്പെട്ടതാണ് അവർക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികൾ, വീട്ടിലേക്കുള്ള ഭക്ഷണം മുതൽ അവരെ വസ്ത്രം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകൽ, ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കൽ, തിരിച്ചു കൊണ്ടുവരൽ, ഇങ്ങനെ ഒരു ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വേറെ ഒരാളെ ഏൽപ്പിക്കാതെ ഭർത്താവ് ചെയ്തു കൊടുക്കുക. അതിനെത്ര തിരക്കുള്ളവരാണെങ്കിലും ഭർത്താവ് എന്ന നിലക്കുള്ള ഈ ബാധ്യത വീട്ടാൻ സമയം കണ്ടെത്തിയേ പറ്റും. അല്ലെങ്കിൽ എന്താ വരാൻ പോകുന്ന അപകടം കാര്യങ്ങൾ? സ്ത്രീകളുടെ മനഃശാസ്ത്രം എന്താന്ന് ചോദിച്ചാൽ, അവർക്ക് കാര്യങ്ങളൊക്കെ ആരാണോ ചെയ്തു കൊടുക്കുന്നത് ആ ചെയ്തു കൊടുക്കുന്നവരോടാണ്, അവർക്ക് മാത്രമല്ല മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്, ആ ചെയ്തു കൊടുക്കുന്നവനോടായിരിക്കും കൂടുതൽ ഇണക്കവും അടുപ്പവും ഉണ്ടാവുക. ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ വീട്ടിലെ ഡ്രൈവറെയാണോ നിങ്ങൾ ചുമതലപ്പെടുത്തിയത്? ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും അവരാണോ? വീട്ടിൽ കൊണ്ടുവിടുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഡ്രൈവറാണോ? അല്ലെങ്കിൽ വേലക്കാരനാണോ? അയൽവാസി പയ്യനാണോ? ഇതിന് ഡ്രാഫ്റ്റും പണവും കൊടുക്കുന്ന ഭർത്താവിനോടുള്ളതിനേക്കാൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളോടായിരിക്കും ആ പെൺകുട്ടിയുടെ മനസ്സിന് കൂടുതൽ അടുപ്പവും ഇണക്കവും ഉണ്ടാകുക. അതുകൊണ്ട് നല്ല ഭർത്താവായി ഭാര്യയുടെ സ്നേഹം ലഭിക്കണമോ, ഭാര്യ എന്ന നിലയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഇത്തരം കാര്യങ്ങൾ വേറെ ഒരാളെ ഏൽപ്പിച്ച് നമ്മൾ പെങ്കൂസന്മാരായി പോകരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ 9 ഭാര്യമാരെ ഒരേ സമയത്ത് പുലർത്തി നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ചന്തയിൽ പോയി സാധനം വാങ്ങുന്നു, അപ്പം റസൂലുള്ളാഹിനെ നിഴൽ പോലെ പിന്തുടരുന്ന സ്വഹാബത്ത്. നമുക്കറിയാലോ എന്തായിരിക്കും നബിതങ്ങളെ കൂടെ സ്വഹാബത്ത് എന്ന് പറഞ്ഞാല് റാണിന്റെ പിന്നിൽ ഈച്ച നടക്കുന്നത് പോലെ നമ്മൾ പറഞ്ഞാല് അത് നന്നാവോ നിങ്ങൾക്കറിയില്ല. അത്രയും നബിതങ്ങളെ കൂടെ അങ്ങനെ വലയം വെച്ച് നടക്കും. അപ്പൊ നമുക്കറിയില്ല എപി ഉസ്താദിന് ഒരു വെക്ക വന്നാല് എന്താ നമ്മൾ കാണുന്നത്? ആൾക്കാരിങ്ങനെ കൂടിയിട്ട് എന്തൊത്താശ ചെയ്യേണ്ടത് ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കല്ലേ നമ്മളൊക്കെ. അതേ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ എത്രമാത്രം സ്നേഹിക്കുന്ന അനുയായികൾ കൂടെ ഉണ്ടാവും. ഒരു സാധനം വാങ്ങുമ്പോഴേക്ക് ഒരു സ്വഹാബി ചാടി വീഴും, നബിയെ ഇത് എവിടെ കൊടുക്കേണ്ടതാണ് വിവരം പറഞ്ഞാൽ ഞാൻ അവിടെ എത്തിക്കോളാം. അന്ന് വാഹനങ്ങളും വണ്ടിയൊന്നുമില്ലത് കൊണ്ടുപോകാന്. അള്ളാഹിന്റെ ഹബീബ് പറയും വേണ്ട, അവിടെ വെച്ചേക്കൂ.
അങ്ങനെ എല്ലാവർക്കുമുള്ള സാധനം വാങ്ങിയിട്ട് മുത്തനബി പറയും, ഞാനും ഒരു കുടുംബനാഥനാണ്, ഇതെന്റെ ചുമതലയാണ് എന്ന് പറഞ്ഞ് ആ ചരക്കുകൾ തോളത്ത് വെച്ച് ഭാര്യമാരെ വീട്ടിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ സ്വന്തമായി തന്നെ നടന്നു പോകുന്നു. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തത്? നമ്മൾ വീട്ടിലേക്ക് കുടുംബത്തിന് ആവശ്യമുള്ള സാധനത്തിന്റെ കെട്ട് ഭാര്യന്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിക്കുമ്പോൾ നമ്മളും അവരും അറിയാതെ അവരെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ മറ്റൊരു കെട്ട് ഭർത്താവിന്റെ മനസ്സിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഇതിനൊക്കെ വേലക്കാരനെയോ ഡ്രൈവറെയോ ചുമതലപ്പെടുത്തുന്നവർക്ക് ഈ സ്നേഹത്തിന്റെ കൈമാറ്റം വഴിമാറിയാണ് പോകാനുള്ള സാധ്യതയുള്ളത്. നമ്മൾ സൂക്ഷിക്കണം. നാലാമതായി ശ്രദ്ധിക്കുക, ഭാര്യമാർക്കുള്ള പരിഗണനയുടെ ഭാഗമാണ് അവരെ വീട്ടിലോ കുടുംബ വീട്ടിലോ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായി, കല്യാണമോ സൽക്കാരമോ മരണമോ ഒക്കെ നടന്നാൽ അപ്പം ഭാര്യമാർക്ക് അർഹിക്കുന്ന ഒരു പരിഗണനയാണ് അവരെ കൂടെ ഭർത്താക്കന്മാരും കൂടി പോവുക. പ്രത്യേകിച്ച് അവരെ കുടുംബ വീട്ടിലൊക്കെ എന്തെങ്കിലും ചടങ്ങുണ്ടാകുമ്പോൾ വന്നു വിളിച്ചാൽ ഭർത്താവ് കൂടെ പോകുക എന്നുള്ളതാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ താല്പര്യം. അങ്ങനെ പോകുന്ന വിഷയത്തിൽ പല ഭർത്താക്കന്മാരും വയ്യോട്ടാണ്. ചില ആൾക്കാർക്ക് ആ രണ്ടാമത്തെ തക്കാരം കഴിഞ്ഞിട്ട് പോകാം. പിന്നെ പെണ്ണുങ്ങളെ നാട്ടുകാട് പോകില്ല. ഓൻ ഭയങ്കര തിരക്കഭിനയിക്കല. ഓൻ വിചാരിച്ചിങ്ങനെ തിരക്കഭിനയിച്ചാലേ വില ഉണ്ടാവുള്ളൂ. അങ്ങനെ വിളിച്ചാലും ക്ഷണിച്ചാലും ഒന്നും പോലും ഓൻ പറയും, ഇവിടെ മനുഷ്യന് നിന്ന് തിരിയാൻ നേരമില്ലാത്തപ്പോ എന്റെ സൽക്കാരം കുന്തം. ഓൻ വെറുതെ അവിടെ കടന്നുറങ്ങ, ഒരു പണിയില്ല, എന്നാലും വെറുതെ പോകില്ല. എന്താ സ്ത്രീകൾ ഇത് ആഗ്രഹിക്കാൻ കാരണം എന്നാ നിങ്ങള് ഓലോല നാട്ടിൽക്ക് എന്തെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടി ചെന്ന് ബസ് ഇറങ്ങിയാൽ ആദ്യം കാണുന്ന വ്യക്തി ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പുതിയാപ്പള പോകുന്നില്ലേന്നാ. ആ അപ്പണ്ട് ഒരു ഈറങ്ങട്ട് പിടിച്ചാൽ എന്നാൽ അന്തിക്ക് ആ കലാപം മുഴുവൻ ഉണ്ടാക്കി എന്തിനാ? നിങ്ങൾ പോരോ 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 ഇതിനാ. ഇത് തന്നെയാണ് ചെന്നിറങ്ങിയപ്പോ ആദ്യം കേൾക്കുന്നത്. കല്യാണ വീട്ടില് പന്തലില് ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും കാണുന്നവരൊക്കെ ചോദിക്കുന്നു, മൂപ്പര് പോന്നിട്ടില്ലേ? ചോദ്യം കൂടിക്കൂടി വരുമ്പം ഇവളെ കൽബ് ഇങ്ങനെ ഇരുട്ട് കയറുകയാണ്, മുഖത്ത് മയക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് അവൾ തിരിച്ചു വന്നാൽ ആ മേഘമൊക്കെ അവിടെ നിന്ന് പെയ്തൊഴിഞ്ഞു പോകണമെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും ചുരുങ്ങിയത് പിടിക്കൂലേ? ഇവിടെയാണ് ഭാര്യമാർക്ക് അർഹിക്കുന്ന പരിഗണന നമ്മൾ കൊടുക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. മാന്യന്മാരല്ലാതെ ഭാര്യമാരെ പരിഗണിക്കൂല, നീചന്മാര് മാത്രമേ അവരെ അവഗണിക്കുകയുള്ളൂ. അപ്പൊ അവരെ പരിഗണിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ പങ്കാളികളാകുക. ഇതൊക്കെയാണ് ഒരു ഭർത്താവ് എന്നൊക്കെ അവരാഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മൾ പ്രധാനമന്ത്രി ആവണമെന്നോ പ്രസിഡന്റ് ആവണമെന്നോ അല്ല. അതൊക്കെ ആയാലും ഇതില്ലെങ്കിൽ ഒരു ഭാര്യ സംതൃപ്തയാവൂല. നിങ്ങൾ എന്ത് സ്ഥാനത്തെത്തിയിട്ടും വലിയ ബിസിനസ്സുകാരനായിട്ടും പൈസക്കാരനായിട്ടും ഒന്നും കാര്യമില്ല. ജീവിതവുമായി ബന്ധപ്പെട്ട ഇത്തരം അത്യാവശ്യങ്ങൾക്ക് ഭർത്താവിനെ കിട്ടൂലെങ്കിൽ പിന്നെ എന്തിനത്? അപ്പൊ നല്ല ഭർത്താവാകണമെങ്കിൽ ഈ തരത്തിലേക്ക് ഭർത്താവ് എന്ന വിധാനത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. നമ്മൾ എത്ര ഉന്നത സ്ഥലത്തെത്തിയാലും ഇതുപോലെ ഭർത്താവിന്റെ വേഷവിധാനങ്ങൾ, സൗന്ദര്യബോധം, വൃത്തി, ഇതൊക്കെയും ഭാര്യയെ കൂടി പരിഗണിച്ചിട്ടായിരിക്കണം. ഭാര്യമാരെ പരിഗണിച്ച് നല്ല ഉടയാടകൾ ധരിക്കണം ഭർത്താക്കന്മാർ. മഹാനായ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്നീ ലാ തസയ്യനു ലിംറഅതി കമാ തതസയ്യനു ലീ. ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചമഞ്ഞൊരുങ്ങാറുണ്ട്, അവൾ എനിക്ക് വേണ്ടി ഒരുങ്ങാറുള്ളതുപോലെ. ഇപ്പോഴത്തെ കാലത്ത് രണ്ടുമില്ല. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവില്ല, ഭർത്താവിന് വേണ്ടി ഭാര്യയില്ല, വേറെ പലർക്കും വേണ്ടി എല്ലാവരും ഉണ്ട് അല്ലേ? അങ്ങാടി പോകാൻ
ആശുപത്രിയിൽ പോകാൻ, ഡോക്ടറെ കാണാൻ, ഇതിനൊക്കെ എല്ലാവരും ഒരുങ്ങലുണ്ട്. ഭാര്യന്റെ അടുത്ത് പോകുമ്പോഴോ ആയി അങ്ങനൊന്നുമില്ല. പുറത്തേക്ക് പോകുമ്പോൾ നല്ല പാന്റും കുപ്പായും ഒക്കെ ഇട്ടിട്ട് അത്രയൊക്കെ പൂശിങ്ങനെ പോയ ചങ്ങായി തിരിച്ച് പുരയിലേക്ക് കയറി വരുമ്പോ അങ്ങാടിയിൽ ഇറങ്ങുമ്പോഴേക്കും അവന് ചൂടെടുത്ത് കുപ്പായത്തിന്റെ കുടുക്കൊക്കെ കഴിച്ചാൽ മതി. പറമ്പിൽ കയറിയാൽ കുപ്പായത്ത് തോളിട്ട് പുരയേക്കാട് കയറിയാലോ പിന്നെ ഒരു കള്ളിത്തുണി എടുത്തിട്ട് തെങ്ങുമ്പോ കയറാൻ പോണവന്റെ അതേ വേഷത്തിൽ ഇങ്ങനെ നിൽക്കുക. പെണ്ണുങ്ങൾക്ക് കൊണ്ടൊരു പൂതി നല്ല തുണിയും കുപ്പായൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് തന്റെ പുതിയാപ്പണ്ണെ കാണാനേ. അപ്പൊ അതിനനുസരിച്ച് അവരെടുത്ത് സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് മാന്യമായ വേഷം ധരിച്ചുകൊണ്ട് നിൽക്കണമെന്ന് അള്ളാഹുവിന്റെ ദീന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഭാര്യ എന്ന നിലക്ക് അവൾ ആഗ്രഹിക്കുന്ന താല്പര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാത്തവൻ പണമുണ്ടായിട്ട് കാര്യമില്ല, പദവി ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല ഭർത്താവാകാൻ അവന് കഴിയില്ല. ഞാൻ പരത്തി പറയുന്നില്ല. ഇതുപോലെ നല്ല ഭാര്യയാവാനും ഈ ഒരൊറ്റ കാര്യം പരിഗണിച്ചാൽ മതി. ഭർത്താവിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് അയാളെ പരിഗണിച്ചു പെരുമാറുക. എന്താണതിന്റെ പ്രായോഗിക രൂപം? ഒരു ഭർത്താവ് അയാളോടുള്ള പരിഗണനയുടെ ഭാഗമാണ് വീട്ടിൽ നിന്ന് എപ്പോൾ ഭർത്താവ് എങ്ങോട്ട് പോകുകയാണെങ്കിലും ആ സമയത്ത് ഭാര്യയുടെ ഒരു കണ്ണും ശ്രദ്ധയും അവിടെ ഉണ്ടാകണം. പൊരേന്ന് ഭർത്താവ് ഇറങ്ങിപ്പോകും. ഭർത്താവ് എന്ന് മാത്രമല്ല, നമ്മളെ മക്കളടക്കം പൊരേന്ന് അവർ പോവാണ് എങ്ങോട്ട്, സ്കൂളിൽ അല്ലെങ്കിൽ പീടി ഓർക്കാൻ പോവാണ്, കൈക്കോട്ടെടുത്ത് പാടത്തേക്ക് പോവാണ്, അധ്യാപകൻ സ്കൂളിലേക്ക് പോവാണ്, ഗൾഫിലേക്ക് പോവാണ്. എവിടേക്ക് പോകുമ്പോഴും ഭർത്താവ് പൊരേന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഭാര്യ എന്ത് ചെയ്യണം? ഒന്ന് വന്ന് മൈൻഡ് ചെയ്യണം. എന്താ ഏതാന്നൊക്കെ ചോദിച്ച് എപ്പോഴാ വരെ എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങനെ തുടങ്ങിയ ചില അന്വേഷണങ്ങളും വർത്താനങ്ങളൊക്കെ പറയാൻ ഭാര്യ ഇറങ്ങി വരണം. ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞ ചില പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ ബോധമുണ്ടാകും. ഭർത്താവ് പറഞ്ഞു ഞാൻ പോട്ടോ, എന്നാ ഞാൻ എന്റെ പാത്രം പോട്ടെ, അതിലാട്ടും പോയി ഇയാളിലിട്ടു. അങ്ങനല്ല. പോണ സമയത്തൊന്ന് പുറത്തേക്ക് വരാം. പുറത്ത് വന്നിട്ട് ചെരുപ്പാടുണ്ടല്ലോ, ആ ചെരുപ്പ് കിട്ടി. മൊബൈൽ എടുക്കാൻ മറന്നില്ലല്ലോ. ഇപ്പൊ നിർബന്ധമായി ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. കാരണം അത് മറന്നാൽ പിന്നെ ആള് തിരിച്ചു വരേണ്ടി വരും. ഗൾഫിലൊക്കെ പോയാലും അങ്ങനെ തന്നെയാണ്. ഈ സാധനത്തിലാണല്ലോ. തലയിൽ ഒരു സാധനമില്ല, തലയിൽ ഒന്നുമില്ല, ഒക്കെ മൊബൈലിലാണ്. അവിടെ ചെന്നിട്ട് പീടി ഓർക്കണമെങ്കിൽ ഒരു ചാവിയുണ്ട്. ആ ചാവിയുള്ള ഒരു പെട്ടിയില, ആ പെട്ടിന്റെ നമ്പർ ഉള്ളതില്ല. അത് കിട്ടിയെങ്കിൽ അത് തുറക്കാൻ കഴിയുള്ളൂ. അപ്പൊ തിരിച്ച് ഗൾഫിൽ നിന്ന് ഘടന പോരേണ്ടി വരും. ആചാര് കച്ചവടക്കാരനാണ്. രാവിലെയാണ് സിമന്റ് കച്ചവടത്തിന്റെ തിരക്കുണ്ടാകുക. അപ്പം സുബൈക്കേരിച്ച് ജോലി കാത്തുക്കുന്നുണ്ട് എന്നിട്ട് തിരക്കിട്ട് ഇറങ്ങിപ്പോകുമ്പോഴേ ഒന്ന് ചോദിച്ചേക്കണം. ആചാര് ഒന്ന് മാത്രമേ മറക്കലുള്ളൂ, പീടിയന്റെ ചാവി മാത്രം. തിരക്ക് കൂടുതലാണ്, അവിടെ പോകും, ചാവി എടുക്കില്ല, പിന്നെ വരും. അപ്പൊ ഇറങ്ങി പോകുമ്പോൾ കതീശും ഒന്ന് ചോദിക്കുക, ചാവി എടുക്കാൻ മറന്നില്ലല്ലോ. അത് മറന്നു, അങ്ങോട്ട് എടുത്താ സന്തോഷായില്ലേ? അങ്ങനെ ദീർഘദൂരമൊക്കെ പോകുമ്പോ ഒന്ന് പറയാ, നിങ്ങൾ ഇന്നലെ വളരെ വൈകിയാണ്, ഇന്നലെ നേരത്തെ വരണമെന്നൊക്കെ പറഞ്ഞാൽ അത് സന്തോഷല്ലേ? ഇങ്ങനെ വീട് വിട്ടു പോകുന്ന ഭർത്താവിനെ യാത്രയക്കുന്ന ഭാര്യ, ആ ഭാര്യയുടെ മുഖം ഭർത്താവിന്റെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കും. ഔദ്യോഗിക ഡ്യൂട്ടി കഴിഞ്ഞാൽ ആ ഭർത്താവ് ഒരിക്കലും അനാവശ്യമായി അലഞ്ഞു തിരിയൂല. അവർ പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്ന മനഃശാസ്ത്രം പറയുന്നത്. കാരണം ഈ സ്ത്രീ ഭർത്താവിനെ വീട്ടിൽ നിന്ന് യാത്രയാക്കിയ സ്ത്രീയാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴൊക്കെ ആ ഭാര്യയുടെ മുഖം ഇയാളെ മനസ്സിലുണ്ടാവുന്നു. പല ദമ്പതിമാർക്കിടയിലും വലിയ അകൽച്ച ഉണ്ടാവും. എന്നിട്ട് എന്താ അവർ പരാതി പറയാനുള്ളത്? ഭർത്താവ് സമയത്തിന് വീട്ടിൽ വരുന്നില്ല. പലരും കയറി വരുന്നത് 12 മണിക്കാണ്. അവരെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് അതിന്റെ കാരണം. ഈ ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുമ്പോഴും ശ്രദ്ധിക്കലില്ല, വരുമ്പോഴും ശ്രദ്ധിക്കലില്ല. പോകുമ്പോ യാത്രയപ്പില്ല, വരുമ്പോ സ്വീകരണമില്ല. അങ്ങനത്തെ ഒരു വീടാണെങ്കിൽ ആ വീട്ടിലേക്ക് അങ്ങനെയൊക്കെ ഭർത്താവ് വരുള്ളൂ. പിന്നെ വന്നാലോ പറയാനുള്ള കുറെ പരാതിയാണ്. അപ്പൊ അയാൾ കരുതുന്നാലേ ഓൾ ഉറങ്ങിയിട്ട് വന്നാ കുറച്ചുകൂടി സമാധാനാവും. അങ്ങനെ അയാൾ 12 ഞാൻ കാത്തുന്നത്, അല്ലാതെ വേറൊന്നല്ല. അതിന്റെ പിന്നിൽ ഇങ്ങനത്തെ രഹസ്യങ്ങൾ ഉണ്ടാവും. ഒരാൾ പൊരയിലേക്ക് എന്തുകൊണ്ട് നേരത്തെ വരുന്നില്ല എന്ന് ചോദിച്ചതിന് കാരണം ഉണ്ടാവും. വെറുതെ വരാതിരിക്കൂല. പിന്നെ അയാൾക്ക് ഇവിടുന്ന് സമാധാനം കിട്ടില്ല, വേറെ എവിടെങ്കിലും ആ സമാധാനം വിചാരിച്ച് അനാവശ്യങ്ങളിലേക്കൊക്കെ അയാൾ വഴുതിപ്പോകും. അപ്പൊ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ വീട് വിട്ടുപോകുമ്പോൾ അവരെ ഒന്ന് മൈൻഡ് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി ആ ഭർത്താവ് തിരിച്ചെത്താറായാൽ തിരിച്ചെത്തുന്ന ഭർത്താവിനെ സ്വീകരിക്കണം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ
ഫതലഖീഹി ബിൽബാബ്, കവാടത്തിൽ ചെന്ന് വാതിൽക്കൽ ചെന്ന് വാതിൽ തുറന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ വരവേൽക്കുക. ഭർത്താക്കന്മാര് പുരയിലേക്ക് വരുമ്പം കുട്ടികളെ വിളിച്ച് പറയുന്നത്, മക്കളെ വാതിലോർന്ന് നോക്കി വാപ്പ വരുന്നുണ്ട്. അല്ല, മക്കളോട് മാറിക്കി വാപ്പക്ക് വാതിലോർന്ന് കൊടുക്കട്ടെ. ആരാത് ചെയ്യേണ്ടത്? ഉമ്മയാണ്, ഭാര്യയാണ്. ഇതെന്തിനാണ്? വീട്ടിലേക്ക് കയറി വരുന്നത് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു, ലിതസ്കുനൂ ഇലൈഹാ, മനസ്സിന്റെ വ്യഥകളും സങ്കടങ്ങളും ഇറക്കി വെക്കാൻ വേണ്ടിയാണ്. ആ വരുന്ന സമയത്ത് തന്നെ വരവേൽക്കുന്ന, പുഞ്ചിരിച്ച് സ്വീകരിക്കുന്ന ഭാര്യയുടെ മുഖമാണ് ഒരു ഭർത്താവ് കാണുന്നതെങ്കിൽ, ഇന്ന് അയാളെ അലട്ടിയ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ വശ്യമായ പെരുമാറ്റത്തിന്റെ മുന്നിൽ ഉരുകി ഇല്ലാതെയായി പോകുന്നു. അതിന് ഭർത്താവ് വരുമ്പം അവളെ ഒന്ന് പരിഗണിച്ച് എന്ത് തിരക്കിലാണെങ്കിലും ഓടി വന്ന് അവരെ സ്വീകരിക്കാൻ മുന്നിലെത്തണം എന്നാണ്. ചില പെണ്ണുങ്ങൾക്ക് അതിനും വലിയ മടിയാണ്. ഭർത്താവ് വരുന്നുണ്ട് കേട്ടോ, അങ്ങോട്ട് ഒന്നോട്ട് ഒന്നിരിക്കും വരികയോടെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും. വാതിൽ അടച്ചിട്ടതാണ്. മൂപ്പര് ബെല്ലടിച്ചു, ഒരു അനക്കുമില്ല, വാതിലിന് കൊട്ടി, ഒരു മിണ്ടാട്ടുമില്ല. അവസാനം വിളിച്ചു ഖാദീസാ. അപ്പണ്ട് അപ്പുറത്തുനിന്ന് ആടെ നിന്നിങ്ങനെ ചീറണ്ട, അങ്ങോട്ട് പോരി, ഇവിടെ തുറന്നിട്ടുണ്ട് വാതില്. ആരെ? ഭർത്താവിനോട് ഒരു തവാഫ് ചെയ്ത് വീട്ടിലേക്ക് കയറാൻ വേണ്ടി ഉപദേശിക്കുന്ന ഭാര്യ. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ മനപ്പൊരുത്തമുണ്ടാകൂല. വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനെ സസന്തോഷം വരവേൽക്കണമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതുകൊണ്ട് തീർന്നില്ല. ചില പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഇയാളിൽ തലയിലൊരു 10 ഉറുപ്പിക കൊടുത്താൽ 30 രൂപ അരി കിട്ടുമ്പോഴേ ഇതും വാങ്ങിങ്ങനെ ഏക്കച്ച് വന്നിക്കുകയാണ്. ഇതും നാട്ട് വെച്ചാർ ഏതായാലും നിങ്ങൾ ഇങ്ങടെത്തില്ലേ, ആ മഞ്ചമക്കാണ്ട് വെച്ചാൽ വന്നുകൊണ്ടോന്നത്. ഇങ്ങനത്തെ പെണ്ണും ആണും തമ്മിൽ ഇങ്ങനെ ഒന്നിച്ചു പോകണ്ടെങ്കിൽ എന്തോ ഒരു കുതിർത്തുകൊണ്ട് പോവാന്നല്ലാതെ അവര് മനസ്സ് അടങ്ങിയിട്ട് പോകുന്നതല്ല. സഹകരണമാണ് ഭർത്താവിനോട് കാണിക്കേണ്ട ഈ പരിഗണനയാണ് അയാളെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നത്. ഇതുപോലെ ഭർത്താവ് വീട്ടിൽ നിന്ന് പോയി തിരിച്ചു എത്തുന്നതിന് മുമ്പായി ഭർത്താവിന്റെ റൂമും കിടപ്പറയും ചിട്ടപ്പെടുത്തി വെക്കണം. അള്ളാഹിന്റെ റസൂല് മകൾക്ക് കൊടുത്ത ഉപദേശത്തിൽ കാണാം, ഫാസിലിഹി ഫിറാശ സൗജിക്കി, ഭർത്താവിന്റെ ഉറക്കറ നീ നന്നാക്കി വെക്കണം മകളെ. മുപ്പരുന്ന കാളൂട്ടെങ്ങി പോയതായിരിക്കും. ഇന്ന് തിരിച്ചു വരുമ്പോ അങ്ങനെ അലങ്കോലപ്പെട്ട് കാണാൻ പാടില്ല. അത് വൃത്തിയിലും ചിട്ടയിലുമായിരിക്കണം. പല വീട്ടിലും ചെന്നാലെന്താ, ബെഡ് കട്ടിന്റെ ചൂട്ടിലെത്തിയിട്ടുണ്ട്. അയിമലുള്ള വിരിപ്പ് അളമറിന്റെ മുകളിൽ മൂടിയിരുന്നു. തലക്കാണി അത് അവിടുന്ന് പോയി ജനാലമ്മൽ കയറിക്കിട്ടും. പിന്നെയുള്ള ഒരു ടീപ്പോയ അത് തല കുത്തനെ, ഒരു കസാര, അതിനെ കുറച്ച് മൂത്രം. ഇതെല്ലാം കൂടിയാണ് ഉറങ്ങണ റൂമിൽ കയറിയാണെങ്കിൽ ഈ അലങ്കോലം എന്ന് പറയുന്നത് മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്നു. അല്ലേ? അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് കയറിയാൽ തന്നെ ടെൻഷനാണ്. പിന്നെ മുന്തിയ ടെൻഷനാണ്. ആ വീട്ടില് കലാപമാണ്, ബഹളമയമാണ്. നല്ല അന്തരീക്ഷം വീട്ടിലുണ്ടാകണമെങ്കിൽ നല്ല അടുക്കും ചിട്ടയും വൃത്തിയും ആവശ്യമാണ്. ഇതിന് ആകെ 5 മിനിറ്റേ വേണ്ടൂ. പക്ഷെ പല പെണ്ണുങ്ങളെന്താ, കഴിഞ്ഞ രാത്രി ഉറങ്ങാനാകുമ്പോഴേക്കല്ലേ പട കിടക്കട്ടെ, ഉറങ്ങാനാകുമ്പോൾ നന്നാക്കാം. എന്നിട്ട് കിടപ്പുറൊക്കെ ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കും. ഇത് ഭർത്താവിനെ പരിഗണിക്കുന്ന ഭാര്യയുടെ അടയാളമല്ല. ഇതേപോലെ ഭർത്താവ് വീട്ടിലേക്ക് എത്തുമ്പോൾ അയാളുടെ മനസ്സറിഞ്ഞ് അയാൾക്ക് ഇഷ്ടമുള്ള ആഹാര വിഭവങ്ങൾ വൈവിധ്യത്തോടെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. അറിയുക പെൺകുട്ടികളെ, ജീവിതത്തിൽ മനുഷ്യന്മാർക്കുള്ള പ്രധാനപ്പെട്ട 3 സന്തോഷങ്ങളുണ്ട്. ഒന്നേതാ, നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒരു സന്തോഷം. രണ്ടാമത്തത് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുമ്പോഴാണ് വേറൊരു സന്തോഷം. മൂന്നാമത്തത് ഒന്ന് സുഖമായിട്ട് കടന്നുറങ്ങുമ്പോഴാണ്. ഭൗതികമായ 3 സന്തോഷങ്ങൾ ഇതാണ്. ഇത് 3ഉം ഒരു ഭർത്താവിന് കൊടുക്കാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അയാൾ സംതൃപ്തനായിരിക്കും. അതിനെന്തു വേണം? ആഹാരം ഉണ്ടാക്കുന്നത് പഠിക്കണം, തിന്നുന്നത് മാത്രം പഠിച്ചാൽ. ഇപ്പോഴത്തെ നമ്മളെ കോഴ്സുകളിലൊന്നും അതില്ല. പെണ്ണുങ്ങൾക്ക് ഇത് പുരയെന്ന് കൊടുക്കേണ്ടതാണ്. ഇതും കൂടി ഇനിയിപ്പോ കോളേജിൽ പറഞ്ഞയച്ച് കോഴ്സ് ഇഷ്ടം പോലെ ഉണ്ടെന്ന്
ഭക്ഷണത്തിന്റെ വോയിസ് ധാരാളമുണ്ട്. പക്ഷെ അവിടെ നമുക്ക് പറഞ്ഞെടുക്കാൻ നേരമല്ലല്ലോ. ഇത് ഉമ്മമാരെത്തുനിന്ന് കിട്ടിയാൽ മതി. അതിന് പൈസ കൊടുത്ത് പഠിക്കൊന്നും പാടില്ല. അതിനെന്താ, പല പെണ്ണുങ്ങൾക്കും ഈ ദീനെപ്പറ്റി ഒരു വിവരമില്ല. എന്തുണ്ടാക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്താലും മേശപ്പുറത്തെത്തുമ്പോ ഒന്നുകിൽ കരിക്കട്ട, അല്ലെ പുകക്കട്ട, അല്ലെങ്കിൽ ഇപ്പും കട്ട, മൂന്നാലൊരു കട്ടയാക്കി ഒരു മേശപ്പുറത്ത് എത്തിക്കും. ആ കുടുംബത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. ഞങ്ങളുടെ നാട്ടിൽ നല്ല ബിരുദധാരിയായ ഒരു പെൺകുട്ടിയെ കൊണ്ടു. അങ്ങനെ അമ്മായിമ്മ പറഞ്ഞു, ഓളോട് ഒന്ന് പണിയൊന്നും ഒട്ടിക്കണ്ട, പുരയിൽ വന്ന ദിവസം തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് ഓളങ്ങനെ നല്ലോണം ബഹുമാനിച്ച് ആദേശിച്ചിരുന്നു. രാത്രിയായപ്പോ അമ്മായിമ്മ പറഞ്ഞു, ഓളോട് നമ്മൾ വപ്പടം പൊരിപ്പിച്ചു വെക്കാന്നാണ്. അങ്ങനെ വപ്പടം പൊരിച്ചാനുള്ള വെളിച്ചെണ്ണയും പപ്പടമൊക്കെ കൊടുത്ത് ഉമ്മയും നാത്തുമാരും ഒക്കെ നല്ല അടുക്കളയിനോട് പോന്നു. അരമണിക്കൂർ കഴിഞ്ഞിട്ടും പപ്പടം പൊരിച്ച റിസൾട്ട് വരുന്നില്ല. 5 മിനിറ്റ് അതിന് വേണ്ടു. പക്ഷെ അരമണിക്കൂറായിട്ടും പപ്പടം പൊരിച്ചെന്നോ ഇല്ലാന്നോ രണ്ടാലൊരു വാർത്ത കേൾക്കണ്ട അവിടെ നിന്നിട്ട് ഒരു വിവരമില്ല. അപ്പൊ ഉമ്മ അറിഞ്ഞൊന്ന് പോയി നോക്കളയാറ്. അപ്പൊ ഒരുത്തി പോയി നോക്കുമ്പം ഇവൾക്ക് ചെറിയൊരു ഇഷ്ടാല്, ഒരു കയ്യിൽ വെളിച്ചെണ്ണയുണ്ട്, ഒരു കയ്യിൽ പപ്പടം ഉണ്ട്. അങ്ങനെയൊക്കെ എന്തേന്ന് വെച്ചു. അപ്പൊ ഏതാണ് ആദ്യം ചട്ടിയിലിടണ്ടേന്നുള്ള സംശയമാണ്. വെളിച്ചെണ്ണയാണോ ആദ്യം പാരണ്ടല്ല പപ്പടാണോ? അങ്ങനെ നിൽക്കുകയാണോള്. തിന്ന പരിചയമുള്ളൂ, ഉണ്ടാക്കിയ പരിചയമല്ല. അറിഞ്ഞോളൂ, ഒരു നല്ല ഭാര്യയാവാൻ നല്ല ആഹാരം പാകം ചെയ്യാൻ പഠിച്ചിരിക്കണം. അത് നിങ്ങളെ ജീവിതത്തിന്റെ ഇടയിൽ തന്നെ മക്കളെ കൊണ്ട് പരിശീലിപ്പിക്കണം. അങ്ങനെ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ച് വീട്ടിലേക്ക് കയറി വന്നാൽ ആ സമയത്ത് കൊടുക്കേണ്ട ആഹാരം ഒന്നും നിങ്ങൾ ചോദിക്കണ്ട, സന്തോഷപൂർവ്വം വിളമ്പി വെക്കുക. ഉച്ചക്ക് 1:30 മണിക്കാണോ പുരയ്ക്ക് വന്നത്, അത് ചോർന്ന് പറഞ്ഞ അവിടെ എന്ത് ചെയ്യണം? വീട്ടിൽ ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നല്ല ബോധമുള്ള ഭാര്യയാണെങ്കിൽ എന്താ ചെയ്യാ? നിങ്ങൾക്ക് ഭർത്താവ് നിങ്ങൾക്ക് ചോറുവാണോ, നിങ്ങൾ കല്യാണത്തിനോട്ട് പോയിഞ്ഞാ, ഇതൊന്നും ചോദിക്കാൻ നിൽക്കില്ല. അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭർത്താവിനുണ്ടാക്കിയ ചോറാ, അത് വിളമ്പിയിട്ടതാ നല്ല ചോറും മീൻകറിയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കാം. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഒരു ബോധം വേണം. എന്തെന്നറിയോ? നമ്മളിപ്പോ 2 കല്യാണമൊക്കെ കഴിഞ്ഞ് വരികയായിരിക്കും. അപ്പൊ ഇതുകൊണ്ട് കാണുമ്പോൾ ആർക്കാല്ല ഈ ചോറ്, നമ്മൾ കബസ തിന്ന് വരികയാടി എന്ന് പറഞ്ഞാലേ ഓക്ക് സങ്കടാവും. അപ്പൊ ഓരോട് അതൊന്നും പറയണ്ട, നമ്മൾ പോയിട്ടിരിക്കുക, ഇന്ന് സന്തോഷത്തോടെ കുറച്ചെടുക്കുക, തിന്ന. ലേശം തിന്നിട്ട് എന്ത് പറയാ, ഇത് ഈ പറയുകയാണെങ്കിൽ ഞാൻ ആ കല്യാണത്തിന് പോയില്ലേ കേട്ടോ, ഇത്ര ടേസ്റ്റ് ഉള്ളത് ഇവിടെ ഉണ്ടെങ്കിൽ ഏതായിരുന്നാലും തിന്നുപോയില്ലേ, ബാക്കി ഇയാൾ തിന്നാളാന്ന് പറഞ്ഞ് നോക്ക് കൊടുത്തോൾ സന്തോഷത്തോടെ തിന്നോളൂ. അല്ലാതെ നമ്മൾ ഉണ്ടാക്കി വെച്ചത് വേണ്ടാന്ന് പറയാം. അതുപോലെ ഭർത്താവ് വീട്ടിലെത്തി ഞങ്ങൾ എഴുതെങ്കിലും തിന്നണോ കുടിച്ചണോ അതൊന്നും ചോദിക്കണ്ട. ആ സമയത്ത് ഉണ്ടാക്കിയ വിഭവങ്ങളെടുത്ത് നന്നായി വെച്ചു കൊടുക്കുക. പല പെണ്ണുങ്ങൾക്കുള്ള സ്വഭാവം എന്താ? മടിയോട് മടി, ഉണ്ടാക്കാൻ മടിയാണ്. മടിയുള്ളപോലെ എന്തായിരിക്കും നിങ്ങൾ ചോദ്യം കൂടുന്ന. ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാർ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. നിങ്ങൾക്ക് ചായ വേണോ, ജ്യൂസ് എന്തെങ്കിലും വേണോ? ഭർത്താവ് പുരയിലെത്തിയാൽ 100 ചോദ്യ. കുറിയന്റെ കഞ്ഞി ഏച്ചാക്കിയാലോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, ഒക്കെ ചോദ്യ. അവസാനം നിങ്ങൾക്ക് ഇളനീരിന്റെ ജ്യൂസ് അടിച്ചാലോ, അപ്പൊ മുമ്പ് തോന്നി അത് തിരക്കുള്ള എന്നാ ഒരു ഗ്ലാസ് അടിച്ചോ. അപ്പോൾ ഇങ്ങനെ നോക്കുക, തിന്നുമ്പോൾ നിങ്ങൾ കയറുമോ? ഫോർമാറ്റിക്ക് വേണ്ടി ചോദിച്ചതാണ്, സാധനമൊന്നുമില്ല. ഇങ്ങനെ ആകരുത്, ഉള്ളത് ഉണ്ടാക്കുക. വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഖർരിബി ഇലൈഹി മാ ഫീ ബൈതികി, വീട്ടിലുള്ള ആഹാരം സന്തോഷത്തോടെ എടുത്തു വെച്ചു കൊടുക്കുക. അങ്ങനെ ഭാര്യമാരുണ്ടാക്കിയ വിഭവങ്ങൾ കഴിക്കുമ്പോൾ നല്ല ആഹാരങ്ങളായിട്ടുണ്ടെങ്കിൽ ഭർത്താവിനൊരു ബാധ്യതയുണ്ട്, നന്നായതിനെ അഭിനന്ദിക്കാൻ മറക്കരുത്. നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിനൊന്ന് അഭിനന്ദിക്കണം. ഏതൊരാൾക്കുണ്ടാവും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അഭിപ്രായം കേൾക്കാൻ ഒരു താല്പര്യം, ഒരു പൂതിയാണ്. വെപ്പരക്കങ്ങളുണ്ടല്ലേ, പോലിങ്ങനെ കല്യാണത്തിന്റെ ചോറൊക്കെ വെച്ചിട്ട് കാണുമല്ലോ, ഇതൊക്കെ തലയൊറിഞ്ഞ് ഇങ്ങനെ നിൽക്കും. ചോറുന്നോ ചോദിക്കും, ആ ചോറുന്നു, പിന്നെ ഒന്നുകൂടി അങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ലും വേണ്ടി ആൾ പോയിക്കോളും. അതേ സമയത്ത് നന്നായില്ല എന്ന് പറഞ്ഞാലോ, അതാ അരി പോരാ, വെപ്പേരിന് താറുണ്ടാവും, അരിക്ക് താറാറുണ്ടാവും, നെയ്യിന് താറാറുണ്ടാവും, മുളകിന് താറാറൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞ ഒരു നല്ല അഭിപ്രായമില്ല. നല്ലതിന് മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾ. അല്ലാതെ എന്തെങ്കിലും താളിപ്പുണ്ടാക്കിയപ്പോ മുള നല്ല താളിപ്പാട്ടോ എന്ന് പറഞ്ഞാലേ ഖിയാമത്ത് നാൾ വരെ ആ താളിപ്പ് കൂട്ടേണ്ടി വരുമ്പോൾ, കാരണം ഇന്നും അത് തന്നെ ഉണ്ടാക്കും. പിന്നെ
നന്നായതിന് മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി, എന്നാൽ അവർക്കൊരു സന്തോഷമാണ്. അപ്പൊ ഇങ്ങനെ ഭർത്താവിനെ പരിഗണിച്ച് ആഹാരം ഉണ്ടാക്കണം. ഇതുപോലെ സഹോദരിമാര് അവര് സന്തോഷത്തോടെ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണല്ലോ, വഅശ്റുഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് അങ്ങോട്ടും ഭാര്യ ഇങ്ങോട്ടും നല്ല രീതിയിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ടു പോകണം. ഈ സഹകരണത്തിന്റെ ഭാഗമാണ് കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഭർത്താവിന്റെ ഉടയാടകൾ ഭാര്യമാർ സൗജന്യമായി സ്നേഹപൂർവം വൃത്തിവരുത്തി കൊടുക്കാറുണ്ട്. അതവരൊരു സേവനാണ്, അത് ചെയ്യണം ഭാര്യമാർ. ആ സേവനം ചെയ്യുന്ന ഭാര്യമാർക്ക് ചെറിയൊരു സേവനം കൂടി കൂട്ടിച്ചേർത്താൽ അത് പൂർത്തിയാകും. ചില സഹോദരിമാർ നന്നായി അലക്കിയൊക്കെ വൃത്തിയാക്കും, പക്ഷെ എടുത്തു വെക്കണോടത്ത് വലിയ ശ്രദ്ധ ഉണ്ടാവില്ല. അതിങ്ങനെ വാരി വെച്ചിട്ടുണ്ടോന്ന് ഏതെങ്കിലും കള്ളാസും പറ്റി ഇട്ടിട്ട് ഒരു ചവിട്ടുക, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് അൾമറയ്ക്ക് ഇങ്ങനെ അവിടെ വലിച്ചിടും. അൾമറ എടുത്ത് തുറന്നാലോ ചടപടോ അറിഞ്ഞിട്ട് മുഴുവൻ താഴ്ച ഇങ്ങനെ ഉണ്ടാവും. ഇതെന്ത് ചെയ്യാ? ഉച്ചന്റെ ശേഷമൊക്കെ ലേശം ഒഴിവുള്ള നേരല്ലേ, അപ്പൊ ഒരു 5 മിനിറ്റ് ഇരുന്നാലേ ഇതാ ഈ പാന്റിനോട് ചേർച്ചുള്ള കുപ്പായം അതിന്റെ കൂടെ മടക്കി വെക്കാം, മറ്റേ തുണിനോട് അതേ കളറൊക്കെ ഷർട്ട് തുണി അതിനോട് അടുപ്പിച്ചു വെക്കുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചാൽ ഭർത്താവ് വലിയ തിരക്കുള്ള സമയത്ത് ഡ്രസ്സ് എടുക്കേണ്ടിന്ന് വിചാരിച്ച് വന്ന് തുറന്നു നോക്കുമ്പോൾ ഇതൊക്കെ നല്ല തുണിഷാപ്പിൽ മടക്കി വെച്ചമായിരിങ്ങനെ. ഇയാൾ അങ്ങാടി പോയി എന്താ പറയുന്നത്, എടാ ഞമ്മളെ ഭാര്യ എന്ന് പറയും. അങ്ങനെയല്ലേ ഭാര്യമാര് ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങല്. ഇങ്ങനെ ചെറിയ ചെറിയ ട്രിക്കുകൾ ഇതിന് ആവശ്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി ഇങ്ങനെ സൗന്ദര്യ മത്സരത്തിന് പോണായി നിന്നതുകൊണ്ടൊന്നും മാത്രം ഒരു ഭർത്താവ് സംതൃപ്തനാവൂല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഭർത്താവിനെ പരിഗണിച്ചു പെരുമാറുക. ഇതുപോലെ തന്നെയാണ് വൃത്തിയുടെയും ശുദ്ധിയുടെയും സൗന്ദര്യബോധത്തിന്റെയും കാര്യത്തിലും. അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യക്റഹു അൻ തകൂനൽ മർഅതു മർഹാ. ഭർത്തൃമതിയായ ഭാര്യ പെണ്ണ് ഭർത്താവ് നാട്ടിലുള്ളപ്പോൾ കണ്ണിന് സുർമ എഴുതുന്നില്ലെങ്കിൽ അവരോട് മുത്തുനബിക്ക് വെറുപ്പായിരുന്നു. ഭർത്താക്കന്മാര് നാട്ടിലുണ്ടാകുമ്പോൾ സൗന്ദര്യബോധം പ്രകടിപ്പിക്കണം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കണ്ണിന് സുർമ എഴുതുക. അത് ഭാര്യമാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ കൈകാലുകളിൽ മൈലാഞ്ചി ധരിക്കാത്ത ഭർത്തൃമതികളായ സ്ത്രീകളോട് മുത്തുനബിക്ക് അനിഷ്ടമായിരുന്നു. ആഭരണം ധരിക്കാത്ത ഭർത്തൃമതികളോട് റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. ഇത് മൂന്നും ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ശ്രദ്ധിക്കണം. മൂന്നും സൗന്ദര്യബോധത്തിന്റെ ഭാഗമാണ്. കണ്ണിന് സുർമ എഴുതുക, കൈകാലുകളിൽ മൈലാഞ്ചി അണിയുക, ഇതുപോലെ ഭർത്താവിന്റെ മുമ്പിൽ ആഭരണം ധരിക്കുക. എത്രത്തോളം അവിടുന്ന് പറഞ്ഞു, ഫൈലം തജിദ് ഇല്ലാ ഖർസാ, ഒരു കല്ലല്ലാത്ത ഒന്നും ഒരു പെണ്ണിന് കിട്ടിയില്ലെങ്കിൽ അവൾ അതിനെ ഒരു ചരടിൽ കൂരുത്തിട്ട് കഴുത്തിലണിഞ്ഞ് ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യം പ്രകടിപ്പിക്കട്ടെ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇന്ന് പല ഭാര്യമാരും കണ്ണിലല്ല സുർമ എഴുതുക, പലരെയും മൂക്കുമല സുർമ. അത് ചട്ടി തൊട്ട കരിയായിട്ടില്ല. അവിടെ ആ ബോധമൊന്നുമില്ല ഭർത്താവിന്റെ മുമ്പിലില്ല. പിന്നെ ഡോക്ടറെ കാണാൻ പോവാണെങ്കിൽ എത്ര നേരാണോ ഒരുങ്ങണത്, കല്യാണത്തിന് എത്രയാണ്, ടെക്സ്റ്റൈൽസിലേക്ക് പോകാൻ എത്ര നേരമാണ്. ഭർത്താക്കന്മാരുടെ മുമ്പിലാണ് സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ടത്. ഇങ്ങനെ ഭാര്യ ഭർത്താവിനെ പരിഗണിച്ചു ജീവിക്കുക, ഭർത്താവ് ഭാര്യയെ പരിഗണിച്ചു ജീവിക്കുക. ഇതാണ് സംതൃപ്ത കുടുംബജീവിതത്തിന്, നല്ല ഭാര്യാഭർത്തൃ ബന്ധത്തിന് അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം ഞാൻ നീട്ടിപ്പറയുന്നില്ല സഹോദരിമാരെ, നിങ്ങളെപ്പോഴും നല്ലൊരു മരുമകളാകാൻ ശ്രമിക്കണം. ഒരു ഭർത്താവിന്റെ വീട്ടിലെത്തിയാൽ നല്ല മരുമകളാകാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നാമതായി ഭർത്താവിന്റെ ഉമ്മ, ആ ഉമ്മയുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. ഭർത്താക്കന്മാരെ ഉമ്മമാരെ പറ്റി പലർക്കുള്ള ധാരണ തിരുത്തണം. എന്താണ് അവർക്കുള്ള ധാരണ? അമ്മായിമ്മമാരെന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കുന്ന ആൾക്കാരാണ്. ആരേത് പറഞ്ഞു നിങ്ങളോട്? എന്നിട്ട് വിവാഹ അന്വേഷണ സമയത്ത് ഭർത്താവിനെ കുറിച്ച് തോന്നുന്നു ചോദിക്കൂല. ഭർത്താവ് എങ്ങനെ പകല് കുടിക്കൂലല്ലോ? ഇല്ല, രാത്രി കുടിക്കുള്ളൂ. ആ പ്രശ്നമില്ല.
പിന്നെ അമ്മായിമ്മ നല്ല അമ്മായിമ്മ വേണം. കാരണം അതിന്റെ അടുത്താണ് ഭർത്താവുണ്ടാവില്ലല്ലോ, അതിന്റെ അടുത്താണല്ലോ ജീവിക്കേണ്ടത്. അതുകൊണ്ട് അമ്മായിമ്മ എന്താവണം? ഉഷാറാകണം. എങ്ങനെ ഉഷാറല്ലേ? ബ്രോക്കറോട് ചോദിക്കും, ബ്രോക്കറിന് ഉഷാറല്ലേന്നോ? തൊള്ളേ കൈയിട്ടാ കടിക്കൂലെന്ന് ഒരാൾ നല്ല പറയും, ഒറ്റ പല്ലുമില്ലാത്ത തൊള്ളേല്. അതിന് പകരം നാവ് കൊണ്ട് പറയും, പല്ലില്ലാത്തതിന് പകരം. ഇതൊക്കെയാണ് ബ്രോക്കർ സ്വകാര്യമായിട്ട് പറയാ. അപ്പോ ഈ അമ്മായിമ്മ എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ തിന്നണ സാധനമാണ്, പെൺകുട്ടികളെ തിന്നണ സാധനമാണ്. വെറുതെ പറഞ്ഞു വരുത്തിയതാ. നിങ്ങൾക്കറിയോ, നിങ്ങളെ ഈ ചെറുപ്പക്കാരനായിട്ട് കെട്ടിക്കാൻ വേണ്ടി ബാപ്പന്റെ മുമ്പിൽ സമരം ചെയ്ത ആളാണ് ഈ ഉമ്മ. എത്രയോ കാലമായി പറയുന്നത്, നിങ്ങൾ ഓനോടൊരു പെണ്ണെട്ടിക്ക്, ഓനോടൊരു പെണ്ണെട്ടിക്ക്. ബാപ്പ പറയും, ഓനൊരു പണിയില്ലാതെ ഞാൻ ഓനോട് എങ്ങനെ പെണ്ണെട്ടിക്കാം? അപ്പൊ ഉമ്മ പെണ്ണെട്ടിയ ഒരു പണിയായില്ല, നിങ്ങൾ പെണ്ണെട്ടിച്ച് ഓടിക്കുന്നത്. അങ്ങനെ പറഞ്ഞാണ് ഉമ്മ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. എന്നിട്ട് ആ ഉമ്മക്ക് എതിരാവോ? ഒരിക്കലും എതിരാവില്ല. ഈ മുൻധാരണ ആദ്യം മാറ്റി. ഉമ്മമാര് മക്കളുടെ കുടുംബജീവിതം സന്തോഷകരമാകണമെന്ന അമിതമായ ആഗ്രഹമുണ്ട്. ആ അമിതമായ ആഗ്രഹമാണ് ചിലപ്പോഴെങ്കിലും ശ്രദ്ധ കൂടിപ്പോവാൻ കാരണമാകുന്നത്. ചില കാര്യത്തിൽ ശ്രദ്ധ കൂടുമ്പം അപകടം വരാറുണ്ട്. ആ അപകടമാണ് അമ്മായിമ്മമാരെ പക്ഷത്തുനിന്ന് വരാറുള്ളത്. അവർക്കൊരിക്കലും മരുമകളോട് ശത്രുതയില്ല. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിനാൽ അമ്മായിമ്മയെ വിശ്വാസത്തിലെടുത്ത് സ്വന്തം ഉമ്മയെപ്പോലെ തന്നെ കാണാൻ ആര് ശ്രദ്ധിക്കുന്നുവോ അവളാണ് നല്ല മരുമകൾ. സ്വന്തം ഉമ്മാനെ പോലെ കാണാൻ സ്നേഹത്തോടെ ഉമ്മ എന്ന് വിളിക്കുക. പറ്റെങ്കിൽ അച്ചൂടി കൂട്ടി വിളിക്കുക. പുരക്കാരൊക്കെ ഉമ്മ എന്നാ വിളിക്കണമെങ്കിലേ മരോളും ഉമ്മച്ചേനാട് വിളിച്ചേക്കാം. ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അതിനിപ്പോ നിങ്ങൾക്ക് സഹിക്കട്ടെ. ഇവിടുന്ന് ഉമ്മാന്നൊക്കെ വിളിച്ചാലും പൊരേ പോയാലെന്താ പറയാ നിങ്ങൾ? ആ തള്ളാന്ന് ഇതാ ചില പെണ്ണുങ്ങൾ പറയാ. പിന്നെ എങ്ങനെയാണ്? അങ്ങനെ പറയാൻ പാടില്ല. ഇനി നമ്മളെ ഉമ്മ ഇവരാണ്. പെറ്റുമ്മാന്റെ അടുത്തേക്ക് ഇനി കുറഞ്ഞ കാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എണ്ണപ്പെട്ട ദിവസങ്ങളെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇനി നിൽക്കേണ്ടത് മുഴുവനും ഈ ഉമ്മാന്റെ കൂടെയാണ്. അതുകൊണ്ട് അങ്ങേയറ്റം ഉമ്മാനെ സ്നേഹിക്കുകയും ആ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യണം. ഉമ്മ ഭാരമേറിയ പണിയെടുക്കുമ്പോൾ ഉമ്മാനെ തടയാൻ. ഉമ്മ രാവിലെ തന്നെ പുതപ്പ് തിരുമ്പാൻ പോവാണ്. ഉമ്മ എടുത്തിട്ട് ഒന്നുമില്ല. ഞാൻ മരുവോൾ എന്ന് പറയണം, ഉമ്മ വെച്ചാളി നിങ്ങൾ അതൊന്നും എടുത്ത് പൊന്തിട്ട് ഉരവേദന വെക്കണ്ട എന്ന് പറയാം. അങ്ങനെ പറഞ്ഞു ഉമ്മ തീരെ തിരുമ്പൂലാന്നാ അത് നിങ്ങൾക്ക് വെറുതെ തോന്നുക. നാളെ ബ്ലാങ്കറ്റ് എടുത്ത് തിരുമ്പുമ്മ കഞ്ചി പറഞ്ഞാൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എന്നാ പിന്നെ ഉമ്മ പറയാ. ഉമ്മ മടിയൊന്നും കാണിക്കൂല. അതേ സമയത്ത് ഉമ്മ എന്തെങ്കിലും ഒരു തട്ടം തിരുമ്പാൻ പോകുമ്പോ പുതപ്പും കൂടി എടുത്തുകൊടുക്കുന്ന മരുവളായി മാറരുത് നമ്മൾ. ആ ഉമ്മാന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഉമ്മാനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉള്ളിൽ മാത്രം നമ്മൾ സ്നേഹിച്ചാൽ പോരാ, അത് പുറത്ത് പ്രകടിപ്പിക്കുക കൂടി ചെയ്താൽ നിങ്ങൾക്ക് നല്ല മരുമകളായി അമ്മായിമ്മന്റെ സ്നേഹം പറ്റിയിട്ട് അവിടെ താമസിക്കാൻ കഴിയും. ഇതേപോലെ തന്നെയാണ് അമ്മായിമ്മക്ക് മകനിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിൽ ആരും ശ്രദ്ധിക്കണം? ഈ മരുവോട് ശ്രദ്ധിക്കണം. മക്കളും ഉമ്മയും തമ്മിൽ അത്രേ ബന്ധമുണ്ടാവുള്ളൂ. ചില ആൾക്കാർ തീരെ ബോധവും ഉണ്ടാവില്ല. ഒരു കാര്യം നമ്മൾ അറിയണം, ചെറുപ്പക്കാര് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉമ്മാനും ബാപ്പാനും ഒന്നും നോക്കിയിട്ടില്ലെങ്കിലും അവർക്ക് വലിയ പരാതി ഉണ്ടാവില്ല. കാരണം എന്താ? ഓൻ നന്നാവുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പെണ്ണെട്ടിയിട്ട് ഓലെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഓലെ പരാതി അവിടെ നിൽക്കൂല. ഓൾക്ക് വലിയ വിഷമം ഉണ്ടാവുമെന്ന് മാത്രമല്ല, അവരെന്താ ചിന്തിക്കാന്നറിയോ? ഇതൊക്കെ ഓളെ തകരാറാണ്. ആർക്കും അവനാന്റെ കുട്ടിക്ക് മോശം ഉണ്ടാവില്ല. തകരാറൊക്കെ ആരുതാ? ഓളെ തകരാറാണ്. ഓള് പറയാഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ ഓള് പറഞ്ഞിട്ടല്ലേ എന്ത് ഉമ്മ നോക്കാത്തത്. ഓള് പറഞ്ഞിട്ടുണ്ടാവും നോക്കണ്ടെന്ന് എന്ന് ഇവര് വിചാരിക്കാണ് വെറുതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാര് നമ്മളെ ജീവിതത്തിൽ വരുന്നതോടെ അവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നിർബന്ധമാണല്ലോ. എന്നാൽ അതുപോലെ തന്നെ അതിലുപരിയായി ഉമ്മാനെയും ബാപ്പാനെയും ശ്രദ്ധിച്ചില്ല എങ്കിൽ ജീവിതത്തിന്റെ താളം തെറ്റിപ്പോകും. അതാണ് കുടുംബത്തിൽ വഴക്കുണ്ടാകാനുള്ള ഒരു കാരണം. അതിനാൽ ഈ ബോധമില്ലാത്ത ഭർത്താവാണെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഭാര്യ അയാളോട് ഓർമ്മപ്പെടുത്തണം, ഉമ്മ ഇതാ ഇന്നലെ നേരം വെളുക്കണേ കുരക്കങ്ങൾ കേട്ടില്ലമ്മ കുറച്ച്, അതുകൊണ്ട് ഉമ്മാനെ വേഗം ആശുപത്രി കാണിക്കണം. ഉമ്മ കേൾക്ക മരുവൾ ആരോട് പറയട്ടെ? ഭർത്താവിനോട് പറയട്ടെ. അപ്പൊ ആ ഉമ്മക്ക് ഈ മരുവളോണ്ടാണ് സ്നേഹത്തിനര്യങ്ങൾ.
ഇത് ചില പെണ്ണുങ്ങൾ പറയാം കുറച്ച് ചാട്ടെ എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. പുറത്തുവിന് അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല, വിദ്യാഭ്യാസമുള്ളവനായതുകൊണ്ട്. അങ്ങനെ നമ്മൾ പറയേണ്ടത്, ഇവർക്ക് വേണ്ടത് മകനോട് പറഞ്ഞു കൊടുക്കണം. ഡ്രസ്സ് വാങ്ങാണ് മരുമകൾക്ക്. ആ സമയത്ത് ബോധമുള്ള മരുമകളാണെങ്കിൽ പറയണം, ഉമ്മാക്ക് വാങ്ങണേ, പെങ്ങന്മാർക്ക് വാങ്ങണേ. അവർക്ക് വാങ്ങാതെ എനിക്ക് മാത്രം വാങ്ങുന്നത് സ്വാഭാവികമായും കുടുംബത്തിലത് പ്രശ്നം സൃഷ്ടിക്കും. ഉമ്മ ആലോചിക്കും, എന്തല്ലേ അവന് ഓക്കെല്ലാം വാങ്ങിയിട്ട് ഒരു കണ്ടം പോലും എനിക്ക് വാങ്ങിയില്ലല്ലോ. ആ ഉമ്മാന്റെ മനസ്സ് വേദനിക്കുന്നത് എവിടെ മുതൽക്കാ? എന്റെ ഈ വയറ്റിലിട്ടല്ലേ 10 മാസം ഞാൻ അവനെ കൊണ്ടു നടന്നത്. പെറ്റുപോറ്റി വളർത്തി വലിപ്പമാക്കിയിട്ട് അവനതാ പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ വാപ്പിയായിട്ട് സമരം ചെയ്ത് അവനെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നിട്ട് ഈ പെരുന്നാളിനൊരു ഡ്രസ്സ് വാങ്ങിയപ്പോൾ ഭാര്യക്ക് മാത്രം വാങ്ങിയില്ലേ അവൻ. ആ ഉമ്മാന്റെ മനസ്സിലുണ്ടാണ് വിഷമം, വെറുപ്പത്തിലായിരിക്കും. അവസാനം ഉമ്മ എന്താ ചിന്തിക്കുക, എന്റെ മോൻ നല്ലവനാ, അതൊക്കെ ഓളെ തകരാറാണ്. പിന്നെ ഇതിന്റെ വീടും മുട്ടുമൊക്കെ ആരാ സഹിക്കേണ്ടി വരിക? നിങ്ങളെ ഭാര്യയാണ്. അവിടെ ഈ അമ്മായിമ്മ പീഡനം തുടങ്ങുന്നത് മകനിൽ നിന്ന് ഉമ്മാക്ക് കിട്ടേണ്ട സ്നേഹം അത് വഴിമാറി ഒഴുകുന്നുണ്ട്, വേറെ ആരോ ഇടനിലക്കാരെ തട്ടിയെടുക്കുന്നുണ്ട് എന്ന് ഉമ്മക്ക് തോന്നുക. ഇടനിലക്കാരാരാ? ഈ ഭാര്യ തന്നെയാണ്. അപ്പൊ ആരോടാ ഉമ്മ വെറുപ്പ് തീർക്കുക? നിങ്ങളെ ഭാര്യയോടാണ്. അങ്ങനെയാണ് അമ്മായിമ്മ പീഡനം തുടങ്ങുക. അതിന്റെ 1-ാം മുറ എന്തായിരിക്കും? ചിലപ്പം രാവിലെ തന്നെ പുതപ്പും വിരിപ്പൊക്കെ എടുത്താൽ കൊടുക്കും, വെറുമ്പാറ്റിൽ തിരുമ്പാൻ. അത് കഴിഞ്ഞാൽ ചായപ്പം കുടിക്കേണ്ട തുടച്ചോന്നത്. തുടക്കാൻ ചെന്നാലോ ഇതുവരെ ഒരു തകരാറില്ലാതെ തുടക്കണോളോ, നമ്മുടെ ഓളെ വേക്ക് ചെന്ന് തുമ്മയ്ക്ക്, അല്ല എന്റെ തള്ള അതൊന്നും തന്നെ പഠിപ്പിച്ച് ഇങ്ങനെ തുടക്കല് വൃത്തി തുടക്കുക. അവൾ അന്തം വിടും, എന്താ ഉമ്മ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഉമ്മക്ക് കിട്ടേണ്ട സ്നേഹം മകനിൽ നിന്ന് വേണ്ട പോലെ ലഭ്യമാക്കാൻ ബുദ്ധിയുള്ള മരുമക്കൾ ശ്രദ്ധിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഭർതൃഗൃഹം സ്വർഗമായിരിക്കും, അല്ലെങ്കിൽ ചുടലയായിരിക്കും. ഇനി നിങ്ങൾ ഓർക്കുക, നല്ല മരുമകളാകാൻ ഉമ്മാനെ സ്നേഹിക്കുകയും ഉമ്മാന്റെ കഴിവുകളെയും യോഗ്യതകളെയും ഒക്കെ ഒന്നും നമ്മൾ ബഹുമാനിച്ചു വെക്കുക. സ്നേഹം എന്ന് നമ്മൾ കൽബിൽ കൊണ്ടുവരുന്നിട്ട് യാതൊരു ഫലമില്ലാത്ത സാധനമാണ്. അതിങ്ങനെ എടുത്തു കൊടുക്കണം, പറഞ്ഞും ചെയ്തും പ്രകടിപ്പിക്കണം. അപ്പോഴാണ് അതിന് ഫലം ഉണ്ടാകുക. ഉമ്മ ഇടക്കൊക്കെ ഒരു കറി ഉണ്ടാക്കുക. ആ കറി കൂട്ടുമ്പോൾ പറയണം, ഉമ്മ ഞങ്ങൾ ഇനി എന്ത് സാധനം ചെലവാക്കി ഉണ്ടാക്കിയാലും നിങ്ങളെ ഈ വെറുമ്പോളുകൊണ്ട് ഉണ്ടാക്കിയ കറിന്റെ അത്ര അതിന്റെ ആലകത്തോലും ഒത്തിരി നിങ്ങൾക്കൊക്കെ പ്രത്യേക കൈപുണ്യം തന്നെയാണ്. ഏത് വെല്ലുമന്റെ പൊരുത്തങ്ങൾ വാങ്ങിയെന്നൊക്കെ അത് ചോദിച്ചാല് ഉമ്മ പറയും, കറികൾ ഉണ്ടാക്കണ ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. കാരണം ഇതൊക്കെ ക്രെഡിറ്റ് കിട്ടട്ടെ. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ദിവസം ചോറൊന്നും ഭാര്യ ചോദിച്ചു, മരുവൻ ചോദിച്ചു, ആരാ കറി ഉണ്ടാക്കിയെന്ന് വെച്ചു ദേശം ഗൗരവത്തിൽ. അപ്പൊ ഉമ്മ പറഞ്ഞു, എന്റെ ഓള് തന്നെയാണ് പറഞ്ഞു. അല്ല ഇത് നന്നായിണല്ലോ പറഞ്ഞു. പിന്നെ അതില് അരച്ചു വാർന്നവും തോന്നിച്ചവും പിന്നെ ചേരുവ ചേർത്തവും വറവിട്ടൊക്കെ ഞാൻ തന്നെയാണ്. പിന്നെ എന്റെ ഓളുണ്ടാക്കി വെച്ചു, ഓളെ ഇറക്കി വെച്ച്. അപ്പൊ നന്നായാൽ ആളുണ്ടാവും, കേടുവന്നാലും ആളുണ്ടാവും. അപ്പൊ നമ്മൾ നന്നായിനൊക്കെ നാട്ടിലെന്നിക്കുക. നമ്മുടെ നാട്ടിലൊരു മരോളം ചെയ്തു നിങ്ങൾ ഭയങ്കര പ്രശ്നം അതിന്. അങ്ങനെ അമ്മായിമാരൊക്കെ അവിടെ പഞ്ചായത്താക്കാൻ വേണ്ടി വിളിച്ച് ഭാര്യന്റെ വീട്ടില് പെണ്ണിന്റെ വീട്ടില് ഒലക്കൊന്ന് സൽക്കരിച്ച് തിരിച്ചു വന്നതിന് ശേഷം അമ്മായിമ്മ ചോദിച്ചില്ല മരോളോട്, എന്താ ഞങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളെ നാട്ടുകാരും പുരക്കാരൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ കണ്ടപ്പോ എല്ലാരും ചോദിക്കുക അത് നാത്തൂനാണോ? എന്തേന്ന് വെച്ച്, നിങ്ങളെ കണ്ടാൽ തീരെ വയസ്സോ നിൽക്കൂലല്ലോ. എന്താന്ന് നിങ്ങൾ ആ മരുവള് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട മരുവള്. ഈ വെളുങ്ങൾ ആരും ഇവിടെ പാറ്റാൻ നിൽക്കണ്ട, വേറെ എന്തെങ്കിലും പാറ്റിക്കോളി. അപ്പൊ ഞാൻ പറയണത് എന്താന്ന് വെച്ചാല്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നു. മക്കം ബദ്ഹിന്റെ അന്ന് വഴിയിൽ വെച്ച് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ പിടികൂടി. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് വിളിച്ചു പറയാൻ കൽപ്പിച്ചില്ലേ, ആര് അവനവന്റെ വീട്ടിൽ വാതിലടച്ചിരിക്കുന്നുവോ അവൻ രക്ഷപ്പെട്ടവനാണ്. ആര് പരിശുദ്ധ കഅബയിൽ വന്ന് അഭയം തേടുന്നോ അവനെ ഈ സേന ആക്രമിക്കുകയില്ല. ആര് അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടുന്നുവോ അവനെയും ഈ സൈന്യം ആക്രമിക്കുകയില്ല. എന്തിനാണ് അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടുന്നവൻ ആക്രമിക്കൂല എന്ന് അനൗൺസ് ചെയ്ത്? സ്വന്തം വരയിൽ ഇരുന്നാൽ തന്നെ ആക്രമിക്കൂലല്ലോ, പിന്നെ അബൂ സുഫിയാന്റെ വരേക്ക് പോകണം.
ഇതാണ് അൻസിലിന്നാസ മനാസിലു. ചിലരെ വെക്കേണ്ട ഒന്നാൾ വെച്ചു. അബൂ സുഫിയാൻ എന്ന നാട്ടിലെ കാരണവരാ. ആ കാരണവരൊന്ന് പരിഗണിക്കാൻ വേണ്ടിയാണ് ആ പേര് പരാമർശിച്ചിരുന്ന. ഇതേ തന്ത്രം നമ്മൾ ചിലർക്കൊക്കെ വേണ്ടി. അപ്പൊ എല്ലാവർക്കും യോജിച്ച പരിഗണന കൊടുക്കുക. അതവരെ മുച്ചുമക്കേറ്റലൊന്നല്ല, അതവർക്ക് അർഹിക്കുന്ന ഒരു സ്ഥാനവും ബഹുമാനവും കൊടുത്ത് പെരുമാറാൻ പഠിച്ചാൽ നമുക്കൊരു സ്ഥലത്തും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് നമ്മളിങ്ങനെ ദമ്മുടിച്ച് ഇങ്ങനെ വാർപ്പ് സൈസിൽ നിന്നിട്ടാണ് ഒന്ന് വഴങ്ങി ഇണങ്ങി ജീവിച്ചാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ നല്ല മരുമകളാകണം അമ്മായിമ്മന്റെ മുമ്പിൽ. അതോടൊപ്പം അമ്മോശനെന്ന് പറഞ്ഞാൽ പലർക്കും വയറ്റിൽ ഇടുത്തി വീഴും. ഒരു കാളല അമ്മോശൻ വരും. കാരണം എന്താ? അനങ്ങിയ ചീത്തറി എന്നാണ് ഓളെ ധാരണ. എന്നാൽ അമ്മോശൻ ആരാ നിങ്ങൾക്കറിയോ? സ്വന്തം മുപ്പാന്റെ പദവി കൊടുത്ത ആളാണ് നമ്മുടെ അമ്മോശൻ. അതുകൊണ്ട് തന്നെ മതത്തിന്റെ കൽപ്പന, സ്വന്തം ഭർത്താവ് നമ്മളെ തൊട്ടാൽ ഒതു മുറിയുന്നു, ഭർത്താവിന്റെ വാപ്പ തൊട്ടാൽ ഒതു മുറിയില്ല. ഇത് വാപ്പ സ്വന്തം പിതാവിന്റെ പദവിയാണ്. അതുകൊണ്ട് തന്നെ ആ വാപ്പാക്ക് നമ്മളെ ഗുണദോഷിക്കാനും ഉപദേശിക്കാനും ആവശ്യമാണെങ്കിൽ ശകാരിക്കാനും അവകാശമുണ്ട്. സ്വന്തം മക്കളെ ശകാരിക്കുന്നത് പോലെ മരോളും ശകാരിക്ക വാപ്പാക്ക്. അങ്ങനെ വാപ്പ എന്തെങ്കിലും ഗൗരവത്ത് പറയുമ്പം ഇത് ചീത്ത പറയലാണ്, ഇന്നെ കണ്ടുകൂടാഞ്ഞിട്ടാണ് എന്ന ധാരണ ആദ്യമായിട്ട് ഒഴിവാക്കുക. അങ്ങനെ ആരും പറയില്ല. നമ്മൾ നന്നാവാനും നമ്മൾ നേർവഴിയിലാവാനും വേണ്ടിയിട്ടാണ് പ്രായമുള്ള ആളുകൾ നമ്മൾ ഉപദേശിക്കുന്നത്. ആ നിലക്ക് എന്നെ കണ്ട് അങ്ങനെ തന്നെ പ്രതികരിക്കും. പൊരയിൽ പോയിട്ട് ഇവരെ കുറ്റൊന്നും പറയരുത്. അങ്ങനെ രാവിലെ സുബഹി കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ നല്ല ഒരു കട്ടൻ ചായ ഉണ്ടാക്കി അത് കുടിക്കുന്നവരാണെങ്കിൽ ആദ്യം ഭർത്താവിന് കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം ഉമ്മക്കും വാപ്പക്കും, ഭർത്താവിന്റെ ഉമ്മക്കും വാപ്പക്കും ഓരോ ഗ്ലാസ് കട്ടൻ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക ആദ്യം. എന്നിട്ട് നിങ്ങളോട് പോന്നാല് ഓരമ്മിൽ എന്താ പറയാന്ന് നിങ്ങള് ചെന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് 4 വേറെ ഉണ്ടല്ലോ, റുക്കിയ, പാത്തുമ്മ, നബീസ, കദീസു. ഈ സമയത്ത് ഏതെങ്കിലും ഒന്ന് ഇത്ര നല്ല കട്ടൻ ചായ ഈ കാലത്തിന്റെ നമുക്ക് കൊണ്ട് തിന്നണം. ഈ മരുവോള് വരേണ്ടി ഒന്നില്ലേ? ഇതാണ് മരുക്കള് അമ്മോശന്മാരോട് സഹകരിക്കുന്നത്. ഓർക്ക് വേണ്ട ചെറിയ ഹിതമൊക്കെ ജീവിതത്തിനിടയിൽ ചെയ്തു കൊടുത്തു. അവരുമായി വഴക്കിടാനോ വക്കാണത്തിനോ പോകാതിരിക്കുക. ഇതേപോലെ തന്നെ ഉപ്പാന്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഭർത്താവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി വാപ്പക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കാൻ, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഭർത്താവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. അപ്പോഴാണ് നല്ല മരുമകളാകുക. മൂന്നാമതായി അതേ വീട്ടിൽ നാത്തൂന്മാരെന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അവരെ സ്വന്തം സഹോദരിമാരെ പോലെ കാണണം. പലർക്കും തെറ്റായ ധാരണകളുണ്ട്. നാത്തൂമ്പോരി എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ വരുന്നാര് ഓലെ ആങ്ങളെന്ന് നിങ്ങളെ പുതിയാപ്പിളാർന്നാരാ? ഓലെ ആങ്ങളെ ഓലൊക്കെ ഒരു പള്ളേന്ന് പോന്നോല. ഒരു പള്ളേന്ന് പെറ്റുണ്ടായ ഒരേ ചോരയാണ്. ഒരു ഭർത്താവ് ഭാര്യയെ സ്വീകരിക്കുന്നത് ഖബിൽതു നിക്കാഹഹാ, ഈ ഒരൊറ്റ വാക്കുപയോഗിച്ചാണ്. ഒരു ഭാര്യയെ തിരിച്ചയക്കാൻ ത്വല്ലഖതുകി സലാസ വേറൊരു വാചകമാണ്. എന്നാൽ എന്ത് വാചകം 1000 വട്ടം പറഞ്ഞാലും ആങ്ങളെയും പെങ്ങളും വഴിപിരിഞ്ഞു പോകൂല. അത് ജന്മനാനുള്ളതാണ്, മരിച്ചാലും പിരിയാത്തതുമാണ്. ആ ബന്ധം അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ആങ്ങളയിൽ നിന്ന് പെങ്ങന്മാർക്ക് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്. അത് വേണ്ട പോലെ ലഭ്യമാകുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അവർക്കതിൽ അസൂയും പ്രതിഷേധവും ഉണ്ടാവും. അത് ആങ്ങളോണ്ടല്ല കാണിക്കുക. ആരോടെ കാണിക്കുക? പെൺകുട്ടികളോടെ കാണിക്കുക. അപ്പൊ അതും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിനും ഭർത്താവിനോട് ഉപദേശിക്കുകയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്താൽ ഒരു നാത്തുമാരും ഈ വരുന്ന പെൺകുട്ടിക്ക് എതിര് നിൽക്കൂല. അവരെ കൂടെയാണ് ഉണ്ടാകുക. ഇതുപോലെ ഭർത്താവിന്റെ കൂടെ വല്ല ടൂറും പോകാൻ അവസരം കിട്ടുമ്പോൾ അവിവാഹിതരായ ഈ പെൺകുട്ടികൾ നാത്തൂന്മാരവിടെ ഉണ്ടെങ്കിൽ എന്തു പറയണം? ഭർത്താവിനോട് നമ്മൾ ഇതിനും കൊണ്ടുപോകാം, ഓലും നിങ്ങളെ പെങ്ങന്മാരല്ലേ, ഇത് നമ്മൾ മുൻകൈയെടുത്ത് പറയണം. ഇങ്ങനെ അവരെയും പരിഗണിച്ചാൽ ഒരു പ്രശ്നവും പിന്നെ ഭർതൃഗൃഹത്തിലില്ല. പിന്നെ അവിടെ ഉള്ളത് ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാരാണ്.
എങ്ങനെയാണ് ഭർത്താവിന്റെ ജ്യേഷ്ഠാന്യന്മാരോട് ഈ കാര്യം വരുന്ന പെൺകുട്ടികൾ പെരുമാറേണ്ടത്? അള്ളാന്റെ ഹബീബിനോടൊരു സ്വഹാബി വന്ന് ചോദിക്കുന്നു, നബിയേ, ഞങ്ങൾക്ക് ഭാര്യമാരെ ബന്ധുക്കളെ കാണാൻ പറ്റുമോ? ഭർത്താവിന്റെ ബന്ധുക്കളെ കാണാൻ പറ്റുമോ? അഥവാ സ്ത്രീ പുരുഷന്മാർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മറുപടിയായി പറഞ്ഞത്, അത് മരണതുല്യമാണ്. ഭർത്താവിന്റെ ജ്യേഷ്ഠനോടൊപ്പം പ്രായപൂർത്തിയെത്തിയ അനുജനോടൊപ്പം ഒരിക്കലും ഒറ്റക്ക് നിൽക്കാൻ പാടില്ല. അനുജന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് സ്വന്തം വീട്ടിലേക്ക് പോകാനും തിരിച്ചു പോരാനും ആശുപത്രിയിൽ പോകാനും പാടില്ല. ഒരു ഉമ്മയും ബാപ്പയും ഒരു ഭർത്താവും ഇതിന് അനുമതി കൊടുക്കാൻ പാടില്ല. കടുത്ത ഹറാമാണ്. വീട്ടിൽ ആഹാരം കഴിക്കുന്ന സമയത്ത് മരുമക്കൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മോനേ ഉള്ളൂ എങ്കിൽ ആ വീട്ടുകാരെല്ലാം ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതിന് വിരോധമില്ല. ആൺമക്കൾ പ്രായപൂർത്തിയെത്തിയവർ വേറെയും ഉണ്ടെങ്കിൽ ഇവരെ എല്ലാവരെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആൺമക്കൾക്ക് വേറെ ഭക്ഷണം കൊടുക്കുക, പെൺമക്കളും മരുമക്കളും ഒന്നിച്ചിരുന്ന് ഉമ്മാന്റെ കൂടെ ആഹാരം കഴിക്കുക. ഇതല്ലാതെ ഇവരെ ഒന്നിച്ച് ഭക്ഷണം കഴിപ്പിക്കുക, ഒന്നിച്ച് യാത്ര ചെയ്യിപ്പിക്കുക, ഒരു റൂമിൽ ഒരുമിച്ച് കൂടാൻ അവസരം സൃഷ്ടിക്കുക, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടുണ്ടായേക്കാവുന്ന ദുരന്തങ്ങൾ പിന്നീട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഭിന്നതയിലല്ല അവസാനിക്കുക, ഒരു കുടുംബത്തിന്റെ അടിവേര് തകരുന്നതിലാണ്. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മരണതുല്യമാണ് എന്ന് പറയാനുണ്ടായ കാരണം. ആ കാര്യവും കൂടി ശ്രദ്ധിച്ച് നല്ല മരുമക്കളായി ഭർത്താവിന്റെ വീട് ഭരിച്ച് അവിടെ അഭിവൃദ്ധിയും ക്ഷേമവും കൊണ്ടുവരണം. എപ്പോഴും ആ മരുമകൾ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകണം. അതാ നല്ല മരുമക്കളുടെ അടയാളം. സാധാരണ അവൾ വന്നു നോക്കുമ്പോൾ രാവിലത്തെ നാസ്ത കഴിയണമെങ്കിൽ തന്നെ 9 മണിയാവും. ചില വീട്ടിൽ അങ്ങനെയാണ്. അത് വയന്ന് നീച്ചു വരും. നീച്ചു എന്നിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ പല്ല് വെച്ച് കുത്തിർക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തീപ്പെട്ടി വരത്തി കുറെ നിൽക്കും. കൂട്ടിയൊക്കെ പോകാനുള്ളവരൊക്കെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ നേരം പൊടുത്ത് നോക്കിയാൽ പൂരപ്പറമ്പിൽ പോയ മാതിരിയാണ്. അവിടേക്കാണ് ഒരു മരോള് വന്നത് നിൽക്കുക. അവളൊന്ന് ജാഗ്രത പുലർത്തി ഒന്ന് കെട്ടട്ടെന്ന് ചിട്ടയോടുകൂടെ പണിയെടുത്താൽ 7 മണിയാകുമ്പോഴേക്ക് എല്ലാ ചിറ്റലും വരും. നിങ്ങൾക്കറിയോ, ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ അയലക്കാരൊക്കെ ഇങ്ങനെ വരും നിങ്ങളെ പെരയിലേക്ക്. എന്നിട്ട് നിങ്ങൾ കേൾക്കാതെ അമ്മായിമ്മനോട് അറിഞ്ഞ് ചോദിക്കുക, എങ്ങനെ ഉണ്ട് ഇവള് മരോള് സാറാ, പണിയൊക്കെ എടുക്കണ്ടൊക്കെ അറിയോ? അപ്പൊ അമ്മായിമ്മോരാ, എനിക്ക് കേൾക്കണോ, ഇവിടെ പണ്ടേ ചായം കൂട്ടാനൊക്കെ ആണെങ്കിൽ 9 മണിയാണ്. ഇപ്പൊ 7 മണിയായിട്ടായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞ മരോള് വന്നതിന്റെ ശേഷം ഉണ്ടായ പുരോഗതിയാണ്. ഇങ്ങനെയല്ലേ മാറ്റം കൊണ്ടുവരുന്നൊരു വീട്ടില്. ചില വീട്ടിൽ നമ്മൾ ചെന്നാൽ എല്ലാവരും ഒന്നും സുബൈക്കും കേൾക്കില്ല. സുബൈക്ക് കടന്നുറങ്ങുന്നവരുണ്ടാവും. മരോള് വന്നാൽ പിന്നെ കടന്നുറങ്ങുന്നവരാണ്ടാൻ പാടില്ല. മരോൾ എല്ലാ റൂമിലും പോയിട്ട് അവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ട് 2 തട്ടുമുട്ടൊക്കെ കിടക്കിയിട്ട് ഒരു ഫാത്തിയൊക്കെ അവിടെ ഉറക്കം ഓതിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എന്താ വേണ്ട വെച്ചാൽ ചെയ്ത് എല്ലാവരും ഇങ്ങോട്ട് ഉണർത്തണം. സുബൈ നിസ്കരിക്കാത്തവരൊക്കെ സുബൈ നിസ്കരിപ്പിക്കണം. നമുക്ക് സാധിക്കും. ആദ്യമായിട്ടൊരു കുടുംബത്തിൽ ചെന്നാൽ കുടുംബത്തിൽ മാറ്റം വരട്ടെ, ദീനിയായ മാറ്റം വരട്ടെ, അച്ചടക്കം വരട്ടെ. പിന്നെ അതാ മുറ്റത്ത് സുബ്ഹാനല്ലാഹ് ഓള് വരുന്നെന്ന് കാടുകൂടി കിടക്കും. ഒരു ലൈൻ ഒന്നായിട്ട് 1 മാസം കൊണ്ട് ആ മുറ്റത്ത് ഇങ്ങോട്ട് റെഡിയാക്കിയിട്ടപ്പോൾ ആ പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ ചിട്ടപ്പെടുത്തി. എന്താ മക്കൾ ഇവിടെ കുസ്സാറ, അതൊക്കെ എന്റെ മരോൾ വന്നതിന്റെ ശേഷം അല്ലേ. ഇങ്ങനെ മരോൾ ഇങ്ങനെ മാറ്റം കൊണ്ടുവന്നാൽ ആരാ മരോൾ എതിർക്കുക? ഈ മരോളെ നാട്ടിൽ പോകാൻ സമ്മതിക്കൂലമ്മ. വെറുപ്പുണ്ടായിട്ടുള്ള സ്നേഹം കൂടിയിട്ട് അങ്ങനെ സ്നേഹിക്കും. അങ്ങനെ മാറ്റം ഉണ്ടാക്കി നല്ല മരുമക്കളായി മാറണം. മരുക്കൾ മാത്രം നന്നായ പോരല്ലോ, അമ്മായിമ്മ നന്നാവണം, അമ്മോശനും നന്നാവണം, എല്ലാ നാത്തൂന്മാരും നന്നാവണം. എങ്കിലേ സംതൃപ്ത കുടുംബജീവിതം ഉണ്ടാവൂ. അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാകും. സംഘർഷങ്ങൾ ഉണ്ടായാൽ നാട്ടിലറിയും. നാട്ടിലറിയാൽ നമ്മളെ കുടുംബത്തിനത് ദോഷമാകും. അതെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാകും. അതിനാൽ നല്ല അമ്മായിമ്മമാർ എന്തു ചെയ്യണം? ഒന്ന്, മരുമോളെ സ്വന്തം മോളെ പോലെ കാണണം, സ്വന്തം മകളെ പോലെ കാണണം. മകളും മക്കളും നിങ്ങളുടെ മരുമോളും തമ്മിൽ എന്തെങ്കിലും വിഷയത്തിൽ തർക്കമുണ്ടായാൽ ഒരിക്കലും ഉമ്മമാരെ നിങ്ങൾ സ്വന്തം മക്കളുടെ പക്ഷം ചേരരുത്. നിങ്ങളവിടെ ജഡ്ജിമാരെ പോലെ നിഷ്പക്ഷമായി നിൽക്കണം.
നിങ്ങൾ നിഷ്പക്ഷമായി നിൽക്കാതെ സ്വന്തം മക്കളോടൊപ്പം ചേർന്ന് ഈ കയറി വന്ന പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അത് വലിയൊരു ശാപമായി മാറും കേട്ടോ. ഉമ്മ അവിടെ എന്താ ചെയ്യേണ്ടത്? നടുവിൽ നിന്നിട്ട് പറയണം, ആരെയും പക്ഷം ചേരണ്ട. സ്വന്തം മകളെപ്പോലെ മരുമകളെ കാണുന്നവർക്ക് അതിന് കഴിയുള്ളൂ. പിന്നെയോ, മരുമക്കൾ ഒരിക്കലും വേലക്കാരികളല്ലെന്ന് തിരിച്ചറിയണം. വീട്ടിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവന്നത് വീട്ടിലെ വേലയെടുക്കാനല്ല. ഭർത്താവിന്റെ സഹോദരങ്ങളെ മുഴുവനും ഉടയാടുകൾ ഇവളെ മുമ്പിലേക്ക് അഴിച്ചിട്ട് കൊടുക്കാൻ നമുക്ക് പാടില്ല. അവരിവിടെ വന്നത് ഈ വേല പറയാനല്ല. എന്നാൽ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ അവര് എടുക്കുന്ന ജോലി ഉണ്ടല്ലോ, ആ ജോലിക്കെങ്ങാനും നമ്മൾ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം നമുക്ക് കിട്ടുന്ന ശമ്പളം പോരാ ഈ പെൺകുട്ടി വലിക്കുന്ന ഈ വേലക്ക് പകരമായി. ഇതൊക്കെ സൗജന്യമായി ചെയ്തു തരുന്ന കുട്ടിയോടൊപ്പം നിങ്ങളും നിങ്ങളെ പെൺമക്കളും സഹകരിച്ചു കൊടുക്കണം. ഓളെ മാത്രം പണിയെടുപ്പിച്ച് മറ്റവരൊക്കെ അങ്ങനെ രാജാത്തികളായി കുത്തിരിക്കുക. ചായ ആവുമ്പം കണ്ണും തിരുമ്പി നീച്ചിട്ട് വരിക. എന്നിട്ട് ഓള് ചായ ഉപ്പ് ഏറിപ്പോയാൽ മധുരം കുറഞ്ഞു പോയാൽ ഇതിനൊക്കെ ചീത്ത പറയാ. ഇങ്ങനത്തെ മരുവോളും പിന്നെ നാത്തുമാരും അമ്മായിമ്മയായിട്ട് നമ്മളാരും മാറരുത്. അത് വളരെ ശ്രദ്ധിച്ച്. ഇവരും നമ്മളെപ്പോൾ ഒരു മനുഷ്യനാണ്, ഓൾക്കൊണ്ട് ഉറക്കും ചെയ്യണം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ അവരോട് സഹകരിച്ച് നന്നായി നമ്മൾ കൂടിക്കൊടുക്കണം. അവരെ ഒറ്റയ്ക്ക് പണിയെടുപ്പിക്കരുത്. ഇതേപോലെ അവര് ചെയ്യുന്ന നല്ല നല്ല സേവനങ്ങളെ അഭിനന്ദിക്കാൻ മറക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരുമോൾ ഉണ്ടായ മാറ്റത്തെ അവൾ കേൾക്കെ തന്നെ അഭിനന്ദിക്കണം. നമ്മൾ ഒരു കൂലിയും ഈ ജോലിക്ക് കൊടുക്കുന്നില്ല, ഒരു നല്ല വാക്കെങ്കിലും നമുക്ക് പറഞ്ഞുകൂടെ? അതാണ് നല്ല അമ്മായിമ്മമാരെ ലക്ഷണം. മരുമോളെ മഹത്വം പറയണം, അവൾ ചെയ്യുന്ന ഗുണങ്ങൾ എടുത്തു പറയാം. എന്നാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നാളെ അവൾ അത് ഉപേക്ഷിക്കും. അവൾ പൂർണ്ണമായും നിങ്ങളോട് സഹകരിക്കുന്നവളാകും. ഇങ്ങനെ നല്ല അമ്മായിമ്മയാവണം. ഒരിക്കലും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ കുറ്റം അവളെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറഞ്ഞു പോകരുത്. ആ കുട്ടിയുടെ മനസ്സ് ഇത്ര വേദനിപ്പിക്കുന്ന വേറൊരു സംഗതിയില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ എന്റെ കുടുംബം തന്നെ അങ്ങനല്ലേ, ആരെ പറയാ, അവളെ കുടുംബക്കാരെ മൊത്താണ്. നിങ്ങൾ ഇനി എത്ര മാപ്പ് പറഞ്ഞാലും ആ കുട്ടിയുടെ മനസ്സിലേറ്റ ആഘാതവും മുറിവും മായ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അവളെ പറയുന്നത് പോലെയല്ല കുടുംബത്തെ പറയരുത്. അവര് നിരപരാധികളാണ്, അവര് നിങ്ങളെ ഒന്നും ചെയ്യാൻ വന്നിട്ടില്ല. അങ്ങനെ മാന്യതയില്ലാത്ത വർത്തമാനങ്ങളൊന്നും പറയരുത്. എപ്പോഴും ഈ വന്ന മരുമകളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് അമ്മായിമ്മ ബോധവതിയാവണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അവളെ ജന്മനാട് ഇതല്ല. അവള് ജനിച്ചത് വേറെ ഒരു മഹല്ലിലാണ്. അവരെ മാതാപിതാക്കൾ ഈ വീട്ടിലില്ല, വേറെ ഒരു മഹല്ലിലെ വേറെ വീട്ടിലാണ്. കൂടെ പിറപ്പുകളൊക്കെയും അവിടെയാണ്. അവൾ പഠിച്ചു വളർന്ന സ്കൂളും മദ്രസയും കളിച്ചു നടന്ന മാവിൻ ചുവടും അവിടെയാണ്. ഇത് മുഴുവനും പറിച്ചു മാറ്റി എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് ഒരു സുപ്രഭാതത്തിൽ ആ പെൺകുട്ടി നിങ്ങളെ നാട്ടിലേക്ക് വന്നതെന്തിനാണ്? ലിതസ്കുനൂ ഇലൈഹാ, തന്റെ ഭർതൃഗൃഹത്തിൽ നിന്ന് സ്നേഹവും സമാധാനവും കിട്ടുമെന്നാശിച്ചല്ലേ നമ്മളെ കുടിയിലേക്ക് ഈ പെൺകുട്ടി കയറി വന്നിട്ടുള്ളത്. ഇനി അവൾക്ക് നമ്മൾ പകരം കൊടുക്കുന്നത് കണ്ണീരും കയ്യുമാണെങ്കിൽ അറിയുക, അള്ളാന്റെ ഹബീബിന്റെ ഒരു ഹദീസിലുണ്ട്, മൻ ഖതഅ റജാഅ മൻ ഇർതജാ ഇലൈഹി ഖതഅ അല്ലാഹു റജാഅഹു യൗമൽ ഖിയാമ. ആരെങ്കിലും വലിയ പ്രതീക്ഷയോടെ നമ്മളെ ചാരത്തേക്ക് കടന്നു വന്നയാളെ തീർത്തും നിരാശനാക്കി നമ്മൾ തിരിച്ചുവിട്ടാൽ പരലോകത്ത് നമ്മൾ പലരെയും പ്രതീക്ഷയോടെ സമീപിക്കുമ്പോ എല്ലാവരും നമ്മളെ കൈയൊഴിച്ചു കളയുമെന്ന് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പരലോകത്ത് നമുക്ക് പ്രതീക്ഷ അമ്പിയാക്കളിലാണ്, ഔലിയാക്കളിലാണ്, സ്വാലിഹീങ്ങളിലാണ്. അവരെയൊക്കെ ചാരത്ത് ചെന്ന് ശുപാർശ ആവശ്യപ്പെടുമ്പോൾ എല്ലാവരും നമ്മളെ തള്ളിപ്പറയും. എന്തു ചെയ്താൽ വലിയ പ്രതീക്ഷയോടെ സ്നേഹം കിട്ടും, സ്നേഹിക്കുന്ന ഉമ്മയാണ്. നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോ അന്വേഷിച്ചതാണ് വിവരം, നല്ല ഭർത്താവാണ്. പക്ഷെ പൊരയിൽ വന്ന് നോക്കുമ്പോഴോ കണ്ണീരും കയ്യുമാണ്. എങ്കിൽ അള്ളാഹു പരലോകത്ത് നമ്മളെ ശിക്ഷിക്കും.
അതുകൊണ്ട് ഈ പെൺകുട്ടികളെ നമ്മൾ വേദനിപ്പിക്കരുത്. സ്വന്തം മക്കളെക്കാൾ അവരെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് ആരും അവൾക്ക് ഈ പൊരയിലില്ല, എല്ലാം വിട്ട് നമ്മളിൽ പ്രതീക്ഷ വെച്ച് വന്നവളാണ്. അവളെ കൂടുതൽ വേദനിപ്പിച്ചും വിഷമിപ്പിച്ചും നിർത്തിയാൽ അല്ലാഹു തആല അതിന്റെ ശിക്ഷ ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് കാണിച്ചു തരുമെന്ന ബോധമുണ്ടാവണം. അങ്ങനെ നല്ല അമ്മായിമ്മമാരായി, നാത്തൂന്മാരായി, അമ്മോശന്മാരായി നമ്മൾ മാറണം. നമ്മളെ ബന്ധങ്ങൾ എപ്പോഴും മെച്ചപ്പെടുത്തുക, ഒരിക്കലും വിള്ളലുണ്ടാക്കരുത്. അതോടൊപ്പം തന്നെ സഹോദരന്മാരെ, നല്ല കുടുംബം രൂപപ്പെടാൻ നല്ല മക്കളായിരിക്കണം കുടുംബത്തിലുള്ളത്. മക്കൾ നന്നാവാൻ ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഉമ്മയും ബാപ്പയും മാതൃകയാവുക. ഉമ്മയും ബാപ്പയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം സ്നേഹിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചും നല്ല ജീവിതം നയിച്ചാൽ ഈ കുട്ടികൾക്ക് അതിനേക്കാൾ വലിയ അധ്യാപനം വേറെയില്ല, പരിശീലനം വേറെയില്ല. ഇതുകൊണ്ടാണ് അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ, ഞങ്ങളുടെ നാഥാ നീ ഞങ്ങളെ ഇണകളിലൂടെയും സന്താനങ്ങളിലൂടെയും കൺകുളിർക്കെ സന്തോഷം തരണേ. അവിടെ മതിയാക്കിയില്ല. വജഅൽനാ ലിൽമുത്ത്, നല്ല സ്നേഹിക്കുന്ന ഭർത്താവിനെ നോക്കിയാണ് ഭർത്താവായി തെരഞ്ഞെടുക്കേണ്ടത്, സ്നേഹിക്കുന്ന ഭാര്യയെയാണ് ഭാര്യയായി തെരഞ്ഞെടുക്കേണ്ടതെന്നാണ്. അതിനെന്താ വഴി? 2 കൊല്ലം സ്നേഹിച്ചു നോക്കുക ആദ്യം. അല്ല, അതിന് പറഞ്ഞ മാർഗം പോലെ ഉമ്മനും ബാപ്പനും പരിശോധിക്കുക. ഉമ്മയും ബാപ്പയും നല്ല സ്നേഹത്തിലും ഒരുമയിലും പോണ കുടുംബാണോ, ആ കുടുംബത്തിൽ നിന്ന് ഭർത്താവിനെ എടുത്താൽ ഭാര്യയെ എടുത്താൽ അവര് നല്ലവരായിരിക്കും. ഈ ഗുണമാണ് കുടുംബത്തിനുണ്ടാകുക. മക്കൾ നന്നാവൽ അങ്ങനെയാണ്. ഉമ്മയും ബാപ്പയോ നല്ല ഏറ്റുമുട്ടലാണ്, ഇപ്പോഴും ബഹള. കുട്ടികളെ മുമ്പൊന്ന് കത്തി കൈക്കോട്ട് കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും. മാത്രല്ല മക്കളോട് പച്ചൻ ചേരാൻ വേണ്ടിയിട്ട് ഉമ്മാനെ പറ്റി വാപ്പാനെടുക്കും. പിന്നെ ഞാൻ കെട്ടിക്കൊണ്ടോന്ന് അന്ന് മുതൽ നിങ്ങളമ്മ നിങ്ങൾക്ക് അറിയാന്ന് വെച്ചിട്ട് ഉമ്മനങ്ങനെ ഇട്ടിരിക്കൽ. അപ്പണ്ട് ഉമ്മ വാപ്പാനെ പറ്റി ഈ തന്തപിടിന്റെ അടുത്ത് ഞാനായിട്ടാ 35 കൊല്ലം നിന്ന്. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളാണെങ്കിൽ എത്ര ഇട്ടം പോകാനിറങ്ങിയാൽ എന്റെ വാപ്പ പറഞ്ഞിട്ട് മാത്രം പോന്നാ ഇവിടെ പറയാ സ്വന്തം മക്കളോട്. ഇത് കേൾക്കണ കുട്ടിയൊക്കെ പുച്ഛം തോന്നൂല. എന്താ ഈ തന്തിന്നല്ല ഇങ്ങനെ വിചാരിക്കും അവരെ മനസ്സിൽ. അപ്പൊ അവരെ മുന്നിൽ വെച്ച് ഈ കലഹങ്ങളും ബഹളങ്ങളും നമ്മൾ വെക്കരുത്. അവർക്ക് മാതൃകയാവുക. അങ്ങനെ മാതൃകയായാൽ ആ കുടുംബത്തിലെ കുട്ടികളൊക്കെ നന്നാവും. മക്കൾ നന്നായില്ലെങ്കിൽ നമ്മൾ എത്ര സന്തോഷിച്ചിട്ടും കാര്യമില്ല. ഞാനൊരിക്കൽ ഓർത്തുപോകുകയാണ്, ഹജ്ജിന് പോകുന്ന ഒരു പാവം മനുഷ്യൻ, അയാളെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ധാരാളം ഉസ്താദുമാരൊക്കെ വന്ന് ദുആ ചെയ്ത് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഗദ്ഗദത്തോടെ ആ സാധു മനുഷ്യൻ പറയുന്നു, ഉസ്താദുമാരെ, എനിക്ക് ഒരേ ഒരാഗ്രഹമാണുള്ളത്. ഞാൻ ഈ ഹജ്ജ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടതില്ല. ആ സ്ഥലത്ത് വെച്ച് ഞാനങ്ങ് മരിച്ചു കിട്ടിയാൽ മതി ഹജ്ജിന് ശേഷം. നിങ്ങൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് കുടുംബം ഇവിടെയില്ലേ, മക്കളില്ലേ? അവർക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? മക്കയിൽ വെച്ച് മരിക്കാനോ മദീനയിൽ വെച്ച് മരിക്കാനോ ഉള്ള ആശ കൊണ്ടാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല. വീടിന്റെ മുകൾ നിലയിലേക്ക് ചൂണ്ടിയിട്ട് പറയുന്നു, കണ്ടില്ലേ എന്റെ വീട്, ഈ കാണുന്ന വലിയ കൊട്ടാരം, എന്റെ വിയർപ്പ് ചോര നീരാക്കി ഞാൻ അധ്വാനിച്ചെടുത്ത വീടാണ്. ഈ പറമ്പ് മുഴുവനും ഞാൻ എന്റെ വിയർപ്പ് കൊണ്ട് നേടിയതാണ്. ഇത്ര വലിയ സമ്പാദ്യമുണ്ടാക്കി ഞാൻ എന്റെ മക്കളെ പോറ്റിയിട്ട് ഇന്നതാ ഞാൻ ഹജ്ജിന് പോകുന്ന സമയത്ത് വിദൂരത്ത് നിന്ന് നിങ്ങളൊക്കെ വന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്തു തരുമ്പോൾ ആ പ്രാർത്ഥനയിലൊന്ന് പങ്കെടുത്ത് ആമീൻ എന്ന് പറയാൻ പോലും എന്റെ മക്കൾക്ക് നേരമില്ല. അവർ ഭാര്യമാരോടൊപ്പം റൂമിൽ സല്ലപിക്കുകയാണ്, സിനിമ കാണുകയാണ്. ഈ മക്കൾക്കിടയിലേക്ക് എനിക്ക് തിരിച്ചു വരേണ്ടതില്ല. ഉമ്മമാരെ, ഉപ്പമാരെ, എത്ര ആളുകളാണ് അടുക്കളയുടെ ഭിത്തികളെ വിറപ്പിച്ചുകൊണ്ട് ഉമ്മമാര് പറയുന്നില്ലേ, ഈ മക്കൾക്കിടയിൽ നിന്നൊന്നും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. എന്തൊരു ദൗർഭാഗ്യമാണത്. ആ രീതിയിൽ നമ്മളെ മക്കളായി പോകാതെ അവര് നേർമാർഗത്തിലൂടെ ചലിക്കുന്നവരാകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നമുക്കാണ്. അതുകൊണ്ടാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യന്റെ മക്കളെയും
നന്നാവാൻ പറ്റിയ പരുവത്തിലാണ് അല്ലാഹു പടച്ചത്. ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. ഉമ്മയും ബാപ്പയും ചേർന്നാണ് ആ മക്കളെ ഇസ്ലാമേതര ചിന്താധാരയിലേക്കും ഇസങ്ങളിലേക്കും സ്വഭാവങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. അവർ കൊടുത്ത ജീവിത സാഹചര്യം മോശമായതുകൊണ്ടാണ്. അതിനാൽ അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. കുടുംബജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യമായ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ അത് ആയിത്തീരാൻ വേണ്ടി നമ്മൾ അവർക്ക് മാതൃകാ ജീവിതം നയിച്ച് സതുപദേശങ്ങൾ നൽകി സൽക്കർമ്മങ്ങൾ പരിശീലിപ്പിച്ച് നല്ലതുമായി ബന്ധപ്പെടുത്തി ആ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകണം. ഇതിനെന്തു വേണം? മക്കളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക. കീരിയും പാമ്പും പോലെയാവരുത്. എപ്പോഴും ഏറ്റുമുട്ടലും ശകാരിക്കലും ചീത്ത വിളിക്കലായാൽ കുട്ടിക്ക് വെറുപ്പുണ്ടല്ല. കുട്ടികൾ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. സ്നേഹത്തിന്റെ ഭാഷയിൽ ഉപദേശം കൊടുക്കുക. അതിലുപരിയായി നമ്മളെ ജീവിതം മാതൃകയാക്കുക. ദിവസത്തിൽ ഒരിക്കലെങ്കിലും മക്കളെയും കൂട്ടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതുപോലെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ മക്കളെയും കൂട്ടിയിട്ട് വാപ്പാന്റെ ഖബറും പുറത്ത് പോകുക. കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് വ്യാഴാഴ്ച രാവിലെങ്കിലും ഒരു 100 സ്വലാത്ത് ചൊല്ലി ഒരു അൽഖഫ് ഓതി പ്രാർത്ഥന നടത്തുക. ഇങ്ങനെ വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം ആത്മീയതയിൽ പാലിച്ചുകൊണ്ട് വളർത്തിയെടുത്ത് നല്ല ഉപദേശങ്ങൾ നൽകി അവർക്ക് മാതൃകയായി നമ്മൾ ജീവിച്ചാൽ കുടുംബത്തിന്റെ എല്ലാ തുറകളിലും ഇൻഷാ അല്ലാഹു തആല നമുക്ക് സംതൃപ്തി ഉണ്ടാകും. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ പരിപാടിയുടെ സമാപനം കൂടിയാണ്. നാളെ നമുക്ക് പ്രത്യേകമായി ദുആ ചെയ്ത് പിരിയണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ പില്ലർ എത്രയായിരുന്നു അമിതാജി? എത്ര പില്ലറ വേണ്ടി? 16. 26 വേണം. ഇപ്പൊ എത്ര ആയത്? പകുതിയുടെ ആയില്ലല്ലോ. ഇനി ആരുമില്ലേ? ഒരു 10,000 രൂപ പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് വേണ്ട ആർക്കേനി നാളത്തോടുകൂടി എല്ലാവരും അത് പൂർത്തിയായി കൊടുക്കുക. ആരുള്ള ഒരാൾ പറയാൻ പറ്റിയത് അവർക്കൊണ്ട് പ്രത്യേകം ദ്വാരക്ക ഒരു 10,000 രൂപ പണി തുടങ്ങുമ്പോഴേക്ക് കൊടുത്താൽ മതി. കൊടുക്കാൻ പറ്റിയത് കൊടുത്തു. എന്താ സഹോദരന്റെ പേര്? അൽഹംദുലില്ലാഹ് അർഹമുർ റഹീമീനായ റബ്ബേ, ജഅഫർ എന്ന സഹോദരൻ ഈ സ്ഥാപനത്തിനെ പടുത്തുയർത്താനുള്ള ഒരു പില്ലറിന് വേണ്ടി 10,000 രൂപ ഏറ്റെടുത്തിരിക്കുകയാണ്. നീ അദ്ദേഹത്തിന് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുണ്ടെങ്കിൽ ഇതിന്റെ മിസ്ല് സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ലാഹ്. അബൂബക്കർ സാഹിബ് അൽഹംദുലില്ലാഹ് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. നിഅമത്തിനെ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തിന് സമ്പൂർണ്ണ സംതൃപ്തി നൽകണേ റഹ്മാനെ. പെൺമക്കളുണ്ടെങ്കിൽ ഹൈറായ ഭർത്താക്കന്മാരെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. മരിച്ചവരെ ഹദറത്തിലേക്ക് അതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. ആരാളുള്ളത്? ഞാൻ പറഞ്ഞോളി. നമുക്ക് വേം ദ്വാരം പിരിയാം. ഇതുണ്ടാവും ആരെങ്കിലും ഒക്കെ ആടുമ്പോഴൊക്കെ. പെണ്ണുങ്ങളാരോ പറഞ്ഞിനോ? നാളെ എഴുതി കൊണ്ടുവരല്ല. ഇന്ന് പെണ്ണെടുത്തുണ്ടാവില്ല. ഒരാളുകൂടി ഉണ്ടല്ലോ. അസീസ് സാഹിബ് അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് AM അസീസ് ഉമ്മാക്കും വാപ്പക്കും വേണ്ടി അല്ലാഹുവേ അവരെ നീ ബർക്കത്ത് ചൊരിയണേ റഹ്മാനെ. മരിച്ചുപോയവരെ ഖബറിൽ അതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹലാലായ സമ്പത്ത് ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. 3 ആളായി. പിന്നെ ആരുള്ളത്? ആരാ പറഞ്ഞോ? കുഞ്ഞാപ്പു ഹാജി, മാളിയാട്ട് കുഞ്ഞാപ്പു ഹാജി മകന് പറഞ്ഞതാണ്. അല്ലാഹുവേ നീ ആ മകന്റെ സ്വതക്ക സ്വീകരിക്കണേ റഹ്മാനെ. അവരെ ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ ഇല്ലാത്തത് നാളേക്ക് എല്ലാവരും പറയാം. അല്ലാഹു തആല അത് പൂർത്തിയാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നിരായ സയ്യിദ് അവറുകൾ വളരെ ആകസ്മികമായ മരണമാണ്. അല്ലാഹു തആല സയ്യിദ് അവറുകളുടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ
നമ്മളെ നാടിനൊരു അത്താണിയായ നമ്മുടെ ജില്ലക്കും നമ്മുടെ സംസ്ഥാനത്തിനും ഒക്കെ ഒരു അഭിമാനമായിരുന്ന സയ്യിദായിരുന്നു. അള്ളാഹു അവരുടെ കുടുംബത്തിന് സന്തോഷം നൽകട്ടെ, ദുഃഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ നഈമിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഒരു സഹോദരി സിമന്റ് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. വീടില്ലാത്തവരാണ് റബ്ബേ, ഹൈറായ വീട് ആ കുടുംബത്തിന് നീ നൽകണേ അള്ളാ. എളുപ്പത്തിൽ നിർമ്മാണം നടത്തി പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും ദുആ ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് നീ കബൂലാക്കണേ അള്ളാ. ഇവിടെ വെച്ച സ്വതക്ക നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കാൻ കാരണമാക്കണേ റഹ്മാനെ. ദുആ ചെയ്യാണ് എല്ലാ ആളുകളും പല ആഗ്രഹങ്ങളുള്ളവരാണ്. രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, കുട്ടികളെ കെട്ടിക്കേണ്ട ആളുകൾ പലരും നേരിട്ട് തന്നെ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാണ്. നാളെ നമ്മുടെ സമാപനം കൂടിയാണല്ലോ. അപ്പൊ നാളെയും നമുക്ക് പെട്ടെന്ന് പരിപാടി തുടങ്ങി വേഗം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് ചെറിയൊരു സംഗതി നിങ്ങളോട് പറയുന്നത്, ഞാൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ് മർക്കസു ദഅവ എന്ന സ്ഥാപനം. അതില് ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നതിലേക്ക് ഒരു 100 റുപ്യ തരാൻ കഴിയുന്ന ആൾക്കാരൊക്കെ പോണ സമയത്ത് ഒരു 100 റുപ്യ അതിലേക്ക് സംഭാവന തരണം. അല്ലാഹു തആല അതിന്റെ കൂടി ബറക്കത്ത് കൊണ്ട് നമ്മളെ ദുആ കബൂലാക്കട്ടെ. ദുആ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ തന്നാ മതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا الله. സാധുക്കളായ ഞങ്ങളെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ ദീനിന്റെ നിയമങ്ങളാണ്, പെരുമാറ്റച്ചട്ടങ്ങളാണ്, അഖ്ലാഖുദ്ദീനാണ് ഞങ്ങളിവിടെ പരാമർശിച്ചത്. അത് ജീവിതത്തിലേക്ക് പകർത്താനുള്ള വിവരവും വിവേകവും നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ പെരുമാറ്റങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. മനസ്സ് ശുദ്ധിയാക്കി തരണേ അല്ലാ. ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാ. റബ്ബേ, നിങ്ങൾ അറിവ് കുറഞ്ഞവരാണ്. ജീവിക്കുന്ന സാഹചര്യം കുറ്റകൃത്യങ്ങൾക്ക് അനുകൂലമാണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുണ്ട്. നിന്റെ മഹല്ലായ ഫള് കൊണ്ട് ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, പലരും അവരെ കരുതി ഇവിടെ സ്വതക്ക പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. പുനരുദ്ധാരണ നാളിൽ ദോഷങ്ങളൊന്നുമില്ലാതെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ ഉമ്മമാര്, ഉസ്താദുമാര്, ഞങ്ങളെ എല്ലാവരെയും നീ പെടുത്തിത്തരണേ അല്ലാ. ചെയ്തുപോയ കുറ്റകൃത്യങ്ങളെ പുസ്തകം കയ്യിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് അടക്കമുള്ളവരെ മുന്നിൽ വെച്ച് കുറ്റകൃത്യങ്ങളുടെ ആ കെട്ടെടുത്ത് ഉറക്ക വായിച്ച് വശലാകുന്നതിന് മുമ്പ് നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. നീ ഞങ്ങളെ വശലാക്കല്ല അല്ലാ. റബ്ബേ, നിന്റെ വിശാലമായ സ്വർഗം നീ നിന്റെ മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാണല്ലോ. അത് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെങ്കിലും നീ വലിയ ഔദാര്യവാനല്ലേ അല്ലാ. അതിലൊരിടം സാധുക്കളായി ഞങ്ങൾക്ക് തന്നതുകൊണ്ട് നിനക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ അല്ലാ. നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റഹ്മാനെ. ജന്നാത്തുൻ നഈമിൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. ധിക്കാരികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച നരകം റബ്ബേ, ഞങ്ങൾ പാപികളാണ്. ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിന്നെ വെല്ലുവിളിക്കാനൊന്നും ഞങ്ങൾ വന്നിട്ടില്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾക്കടിമപ്പെട്ട് ദേഹിച്ചകൾക്ക് വഴങ്ങി ചെയ്തു പോയതാണ്. നീ അങ്ങേയറ്റത്തെ അഫുവല്ലേ, ഗഫാറല്ലേ. ഞങ്ങൾക്ക് മാപ്പ് തന്ന് നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിവിടെ പറഞ്ഞ കരുതിയ എല്ലാ സ്വതക്കകളും നരകത്തിൽ നിന്നുള്ള കവചമായി നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഞങ്ങളെ നേതാക്കള്, സഹപ്രവർത്തകര് എല്ലാവരെയും സ്വർഗാവകാശികളിൽ നീ പെടുത്തണേ അല്ലാ. റബ്ബേ, ഈ ദുനിയാവിലും ഞങ്ങൾക്ക് ജീവിക്കേണ്ടതുണ്ട്. നീ ആയുസ് കണക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അത് നീട്ടിത്തരാനും നീ കഴിവുള്ളവനാണല്ലോ.
ആഫിയത്തോടെ ദീനീ ഖിദ്മത്തിനായി ദീർഘായുസ് നൽകണേ അല്ലാഹ്. ബാധ്യതകളും മുഴുവനും നിറവേറ്റാനുള്ള ആയുസ്സും അവസരവും നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. കുറ്റകൃത്യങ്ങളെക്കാൾ പുണ്യകർമ്മങ്ങൾക്ക് മുൻതൂക്കമുള്ള വിധത്തിൽ നീ ഞങ്ങളെ ജീവിപ്പിക്കണേ.